Okay. Thank you, Dr. Ajini. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1540-ാം ദിവസം. ഇന്ന് മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് വേണുഗോപാൽ റെഡ്ഡിയാർ സാറാണ്. അദ്ദേഹം USA-യിൽ ഫിസിഷ്യനായും ബിഹേവിയറൽ തെറാപ്പിസ്റ്റായിട്ടും എല്ലാം ജോലി ചെയ്യുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയം ഭയം എന്നുള്ള വിഷയത്തിലാണ് സാറിന് ക്ലാസ് എടുക്കുന്നത്. എന്തായാലും സാറിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഭയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് കേട്ടോ. ഭയത്തിനാണ് നമ്മളെ കഴിഞ്ഞ സെഷൻ നിർത്തിയത്, ഭയത്തിനാ. അപ്പൊ ഈ സെഷൻ അധികം തുടങ്ങാം. എന്തായാലും വളരെ സ്നേഹത്തോടെയും ആദരവോടെയും സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാറേ, ക്ലാസ് തുടങ്ങും. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. സാറേ അൺമ്യൂട്ട് ചെയ്യണേ. സാറേ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഓരോരുത്തരും വരുമ്പോഴേ എനിക്കിവിടെ വരുന്നുണ്ട് അഡ്മിറ്റ് എന്ന് പറഞ്ഞുള്ളൂ. അതൊരു എനിക്കൊരു ഡിസ്ട്രാക്ഷൻ ആണ്. അതൊന്ന് മാറ്റിത്തരാമോ? ഞാൻ ഇരുന്ന് അതിനെയും നോക്കി അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുണ്ട്. ഇപ്പം വന്നു. സാർ അഡ്മിറ്റ് ചെയ്യണ്ട. അഡ്മിറ്റ് ചെയ്യാൻ അത് ഞങ്ങൾ ചെയ്തോളൂ. സാർ അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാ മതി. പിന്നെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അജിനി ഡോക്ടറെ? ഉണ്ട്. അത് സാധാരണ ഞാനൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെ ഒന്നും വരാറില്ല. അല്ല, സാറിനെ കോഹോസ്റ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാ അത് വരൂല. എന്നെ ഏതായാലും ഹോസ്റ്റ് ആക്കുക. ഹോസ്റ്റ് ആക്കിയാൽ ചിലപ്പോൾ വന്നോണ്ടിരിക്കുമായിരിക്കും. അതൊരു ഡിസ്ട്രാക്ഷൻ ആണ് അജിനി മലൈക്കൽ. അത് ഡോക്ടർ ശൈല ഇത് ചെയ്തോളും, ഹാൻഡിൽ ചെയ്തോളും. ഹാൻഡിൽ ചെയ്യുന്നല്ല, ഇറ്റ് ഈസ് whenever അത് പോപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ഡിസ്ട്രാക്ഷൻ ഫോർ ദി സ്പീക്കർ. സിംറ്റം അല്ലല്ല, ആ സിംറ്റം ഡീൽ ചെയ്യുക. റൂട്ട് കാസിനെ ഒന്ന് ഡീൽ ചെയ്ത് അതിനെ നിർത്തുക. അതായത് അഡ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആ ഇതിന്റെ ഫോർമാറ്റ് മാറ്റിയിട്ട് നിങ്ങളുടെ പാസ് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കയറാനായിട്ടുള്ള രീതിയിൽ അതിന് സെറ്റിംഗ് മാറ്റണം. എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റും ഡോക്ടറെ. അതന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ സെറ്റിംഗ്സിൽ അവിടെ പോയിട്ട് അതിന് അഡ്മിറ്റ് എന്നുള്ളതിൽ വിത്ത് പാസ്വേഡ് മറ്റേതുണ്ട് പാസ്വേഡ്. ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാരും വരും. അതിന്റെ എനിവേ ഞാൻ ആദ്യം എന്റെ പവർ പോയിന്റ് ഒന്ന് കാണിച്ചു നോക്കട്ടെ, വെദർ ഐ വാണ്ട് ടു മേക്ക് ഷുവർ അത് വിസിബിൾ ആണോ ക്ലിയർ ആണോ എന്നുള്ളത്. ഡോക്ടർ ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, ശൈൽ ഡോക്ടർ. ഓക്കെ. I assume slide is visible. കാണാമല്ലോ? Yes, കാണാം സർ. Okay. I am thankful to Dr. Danesh for inviting me to share my knowledge on this topic, fear, before this group. ഇന്നത്തെ ആ ഫോർമാറ്റ് ഒരു 40 അല്ലെങ്കിൽ 45 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ പൂർത്തിയാക്കും. അതിനുശേഷം ഇരിക്കുന്ന നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് സ്റ്റോറീസ് അല്ലെങ്കിൽ പേഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഷെയർ ചെയ്യണം. അപ്പോഴായിരിക്കും ഈ സെഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അഡ്മിറ്റ് വന്ന് എനിക്ക് ഉടനെ ശൈലയുടെ മുഖം കാണാൻ പറ്റുന്നില്ല, അജിനി മലൈക്കലിന്റെ മുഖം കാണാൻ പറ്റുന്നില്ല. അതൊന്ന് ബ്ലോക്ക് ചെയ്യണം. അല്ല, അത് ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്. സാറ് ക്ലാസ് തുടർന്നോളൂ. ഞാൻ അജിനി ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ ഹോസ്റ്റ് ആക്കാം. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പം പിന്നെയുള്ള 15-20 മിനിറ്റ് നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് ദി സ്ലൈഡ് ഷോ. ആദ്യം ഭയം, ഫിയർ.
This webinar is based on facts and real life stories. ഞാൻ കുറെ ജീവിതത്തിൽ നിന്നുള്ള കുറെ കഥകൾ റിയൽ ആയിട്ടുള്ളത് ഷെയർ ചെയ്യുന്നതാണ്. ഡെഫിനിഷൻ ഓഫ് ഫിയർ. എന്താണ് ഫിയർ? അതിനൊരു നിർവചനം വേണമല്ലോ ആദ്യം. An emotion experienced in anticipation of some specific pain or danger or threat, usually accompanied by a desire to flee or fight. Flee എന്ന് പറഞ്ഞാൽ ഓടുക. Flee എന്ന് പറഞ്ഞാൽ അങ്ങ് പേടിച്ച് വരണ്ട് ഓടുക. ഫൈറ്റ് നേരെ നിധിയ മല്ലിടുക. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഒരു സി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാമോ? അതിൽ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ മുന്നോട്ട് പോകാറുള്ളൂ. ഓക്കെ, താങ്ക് യു. അതല്ല, താങ്ക് യു നാജി. ഞാൻ ഇതെല്ലാം കാണിച്ചു, എല്ലാവർക്കും ബാധ്യമായി. അങ്ങനെ ഞാൻ ടീച്ചറായിട്ട് ടീച്ചറിന്റെ കുപ്പായം ഇട്ടിട്ട് 43 വർഷമായി. 1981 ഞാൻ മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഫോളോ ചെയ്യുന്ന വെച്ചാല് പറയുന്നത് ഫ്രണ്ടിലുള്ളവർക്ക് മനസ്സിലാകണ്ടേ. ശശി തരൂരിനെ പോലെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ മിക്കവരും മനസ്സിലാകത്തില്ല. ശശി തരൂർ ഇംഗ്ലീഷ് നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, അല്ലെ എഴുതുന്നുണ്ട്. പക്ഷെ എത്ര പേർക്കാണ് അറിയുന്നത്? രമാദേവി അമ്പാടി ഉടനെ ഡിക്ഷണറി മറിച്ച് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ശശി തരൂർ പറഞ്ഞ വാക്കുകളെ കുറിച്ച് ഒരു പിടിയും കിട്ടത്തില്ല. ശരിയല്ലേ? ചിരിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അവിടെയും കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആണ്. അതുകൊണ്ട് ഐ വാണ്ട് ടു മേക്ക് ഷുവർ ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ, ഇതിലെല്ലാത്തിലും വലിയ ഗുരുതരമായിട്ടുള്ള ഫെയിലിയർ ആണ് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ. അതാണ് ദിവസം നടക്കുന്നത്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആദ്യം ഒഴിവാക്കാനാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, വാട്ട് ഡസ് FEAR മീൻ? ഇത് ആക്രോനിമായിട്ട് നമ്മളിപ്പം ആക്രോനിം എന്ന് പറഞ്ഞാൽ അതും ചിലർക്ക് അറിയത്തില്ലായിരിക്കാം, അതുകൊണ്ട് ഞാൻ പറയാണ്. നമ്മൾ SBI അത് ആക്രോനിമാണ്. അതെന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ കോവിഡ് ആക്രോനിമാണ്, കൊറോണ വൈറസ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. അതുപോലെ ഈ ഫിയർ നെയിം ഒരു അക്രോനിമാണ്. എന്താണ് അക്രോനിമിന്റെ ഫുൾ ഫോം? ഐ എം ഗോയിങ് ടു ഷോ യു. ഫിയർ എവറിത്തിങ് ആൻഡ് റൺ. എല്ലാത്തിലും കുറിച്ചും പേടി. ആൻഡ് യു റൺ അവേ, അതായത് അവോയ്ഡ്. റണ്ണിങ് എന്ന് പറഞ്ഞാൽ യു അവോയ്ഡ് ഫിയർ കാരണം. അങ്ങനെയുള്ളവരുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്നിട്ടെ, അല്ലെങ്കിൽ വൈ എന്ന് ചാറ്റ് ബോക്സിലിട്ടെ. ഇതിൽ ഞാനീ പറയുന്നത് റിയൽ ലൈഫിൽ അതുപോലെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കും യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാത്തിനും പേടി. ചിലർക്ക് ഏതെടുത്താലും പേടിയാണ്, പേടിയോടെ പേടി. അതാണ് ഫിയർ എവറിത്തിങ് ആൻഡ് റൺ. ഇനി അടുത്തൊരിതാണ് ഫിയറിന്റെ അക്രോനിയം, ഫേസ് എവറിത്തിങ് ആൻഡ് റിക്കവർ. എല്ലാത്തിനെയും നേരിടുക. അങ്ങനെ ഓടിയൊന്നും പോകുന്നില്ല, എല്ലാത്തിനെയും നേരിട്ട് അതിനെ മറികടക്കുക. അതാണ് സെക്കൻഡ്. ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണ്? നമ്പർ 1 ആണോ നമ്പർ 2 ആണോ? ചാറ്റ് ബോക്സിൽ ഇട്ടെ. നമ്പർ 1 ആണോ നമ്പർ 2 ആണോ? നമ്പർ 1. രമാദേവി, താങ്ക് യു ഫോർ ബീങ് ഓണസ്റ്റ് കേട്ടോ. എനിക്ക് നിങ്ങളുടെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതില് മറ്റേ ലതാജി പറയുന്നു ഇല്ല, ട്രൈങ് ടു ബി. റോയ് ചെറിയാൻ നമ്പർ 1. ഞാൻ ഒരു കാലത്ത് എല്ലാത്തിനും ഇല്ല. ഞാൻ ഞാൻ പറഞ്ഞില്ല, റിയൽ ലൈഫ് സ്റ്റോറി ഞാൻ പറയത്തുള്ളൂ. ദർ വാസ് എ പീരിയഡ് ഞാൻ വന്നിട്ട് എല്ലാത്തിനും പേടിയില്ല, കുറെ കാര്യങ്ങൾ എനിക്ക് പേടിയായിരുന്നു. ആ പേടി കാരണം ഞാൻ പലതും ചെയ്യാറില്ല. ആ പേടി, ബിക്കോസ് ഓഫ് ദാറ്റ് ഫിയർ, അത് ഐ വാസ് ഏബിൾ ടു ഓവർകം. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നുള്ളത്. അങ്ങനെ ഓവർകം ചെയ്തപ്പോ എന്തായി? പിന്നെ എന്നെ കണ്ടിട്ടാണ് ബാക്കിയുള്ളവർ പേടി.
ഇപ്പോൾ മക്കളെ കണ്ടിട്ടല്ല എനിക്ക് പേടി, എന്നെ കണ്ടിട്ടാണ് മറ്റുള്ളവർക്ക് പേടി. സോ അതാണ് ദി അപ്രോച്ച്. അടുത്ത വാക്കാണ് ഫോബിയ. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ ഇല്ലോജിക്കൽ, ഒരു ലോജിക്കും ഇല്ല. ഇറാഷണൽ ആൻഡ് എക്സസീവ് ഫിയർ, അമിതമായിട്ടുള്ള ഫിയർ അബൌട്ട് ആൻ ഓബ്ജക്ട് ഓർ എ പേഴ്സൺ, ഒരു പർട്ടിക്കുലർ ആളെ തന്നെ പേടി. ലോക്കലെ ഒരു ഗുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സ്വന്തക്കാരനോ എല്ലാവരായിരിക്കാം. ഓർ ആനിമൽ could be snake or any other animal, dog, then activity or situation. Phobia is a type of anxiety disorder. എന്റെ ഓൺ കോട്ടാണ്. ബില്യൺസ് ഓഫ് പീപ്പിൾ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ ആണ് ഒരു ബില്യൺ, ഓർക്കണം. ബില്യൺസ് ഓഫ് പീപ്പിൾ ആർ സഫറിംഗ് ഫ്രം ഫിയർ ആൻഡ് ഫോബിയാസ്. For them, fear and phobias are mental prisons. ജയിലാണ്, ഉള്ളിലിരിക്കുന്ന ജയിലാണ്, പുറത്തല്ല. മനസ്സിനകത്തിരിക്കുന്ന ജയിലാണ്, അത് സൃഷ്ടിക്കാണ് ജയിൽ. They feel trapped by fear and phobias. ഇത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടെ ചാറ്റ് ബോക്സിൽ. Billions of people are trapped inside. Okay, രവീന്ദ്രനാഥ്ജി, trapped. ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ 50 കൊല്ലമായി ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. 1974 ഞാൻ MBBS കംപ്ലീറ്റ് ചെയ്തിട്ട് ഐ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ്. ഈ 50 കൊല്ലത്തിൽ ഞാൻ ഒരുപാട് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പേഷ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു ഈസിലി ഒരു 20% പേഷ്യൻസ് എങ്കിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോബിയയിൽ കിടന്ന് സഫർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. ആൻഡ് അവരെ മാനേജിങ് ചെയ്തിട്ടുണ്ട്. ഹൗ ഡു യു ഡയഗ്നോസ് ഫോബിയ? ഫോബിയ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ക്രൈറ്റീരിയൻ അറിയണ്ടേ? An irrational fear or anxiety that persists for 6 months or more. അല്ലാതെ 2 ദിവസം 3 ദിവസം ഒരാഴ്ച, നോ, അത് ഫോബിയ അല്ല. 6 മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അത് മാത്രമല്ല, ആൻഡ് ഇറ്റ് ലീഡ്സ് ടു അവോയ്ഡൻസ് ബിഹേവിയേഴ്സ് or distress which would affect the activities of daily life. ആ ഫോബിയ കാരണം നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ അത് വന്നിട്ട് നമ്മളെ അഫക്ട് ചെയ്യുന്നു. ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ലൈഫ് തന്നെ ഒരു ഓബ്സ്റ്റക്കിൾ, ഒരു തടസ്സം, ഹേർഡിൽ റേസ് ആയിട്ട് മാറുന്നു. അപ്പോഴാണ് ഫോബിയ ഈസ് ഡയഗ്നോസ് വരുന്നത്. 6 മാസമെങ്കിലും വേണം. How to overcome fear and phobias? Exposure therapy, cognitive behavioral therapy. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിക്കാം. എൻ്റെ മകന് അവൻ്റെ ഒരു ഫോബിയയെ ഞാൻ എങ്ങനെയാണ് എക്സ്പോഷർ തെറാപ്പി കൂടെ ക്യൂർ ചെയ്യുന്നുള്ളത്, അതേപോലെ എൻ്റെ ഒരു ഫോബിയയും ഞാൻ എങ്ങനെയാണ് ഈ എക്സ്പോഷർ തെറാപ്പി കൂടി ഒന്ന് മാറ്റിയെടുത്തത്. അപ്പൊ എൻ്റെ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും പറയുമ്പോൾ തന്നെ ദാറ്റ് ബി കൺവിൻസിങ്. വളരെ കോമൺ ആയിട്ടുള്ള 3 ഫിയേഴ്സ്. ഫിയർ ഓഫ് ക്രിറ്റിസിസം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്നെ കളിയാക്കത്തില്ലേ. ഈ ഫിയർ ഞാൻ പറയുന്നത് മിക്കവർക്കും ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് എന്നിട്ട്. വീഡിയോയിൽ വന്ന കാരണം എനിക്ക് രമാദേവിജി നേരത്തെ തലകുലിക്ക് സംഭവിച്ചു തന്നിരിക്കുന്നു. രമാദേവിജി പറയുന്ന ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. സോ ഇങ്ങനെ ഫിയർ ഓഫ് ക്രിറ്റിസിസം ഇതെനിക്ക് ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് ഈ ഫിയർ, അത് കാരണം ഞാൻ മിക്കപ്പോഴും ചില മീറ്റിങ്ങിലോ എവിടെയെങ്കിലോ എനിക്ക് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ല. അത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അത് പറഞ്ഞതിനെ കുറിച്ച് വേണ്ട,
പറയാതിരുന്ന അത് മതിയല്ലോ, പറയാതിരുന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ ചില കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ അതിന് ശേഷം 4 പേര് എന്ത് പറയും? ഈ 4 ലോഗ്, ഈ 4 ലോഗാണ് 8 സെഞ്ചുറി. ഇതിന്റെ റൂട്ട് കാസ് എവിടെ തുടങ്ങിയെന്ന് അറിയാമോ? എന്റെ അമ്മ. എനിക്ക് ആ ഫിയർ എല്ലാം തന്നത് ആരാണ്? എന്റെ അമ്മ. അമ്മയുടെ കൂടെയാണ് ചെറുപ്രായം മുതൽ കൂടുതൽ അടുപ്പം എനിക്ക്. അച്ഛനാണെങ്കിൽ രാവിലെ തന്നെ കട തുറന്ന് കട നോക്കാനായിട്ട് പോയിട്ട് രാത്രി വരുമ്പോൾ അച്ഛന് രാവിലെ കാണത്തില്ല, എനിക്കിപ്പോഴും കാണത്തില്ല, രാത്രി കിടന്നപ്പോഴും കാണത്തില്ല, വല്ല ഞായറാഴ്ച വല്ലതും കണ്ടെങ്കിലേ ഉള്ളൂ. അമ്മയാണ് കംപ്ലീറ്റ് ആയിട്ട് അടുപ്പം. ഈ അമ്മ എന്താണെന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിൽ ബാക്കി എന്ത് പറയും, അവരെന്ത് വിചാരിക്കും അറിയാമോ? നീ എന്ത് പറയും, ഇങ്ങനെ എന്ത് പറയും, എന്ത് വിചാരിക്കും, അത് എനിക്ക് ഡീപ്ലി ഇന്റേണലൈസ് ആയി. ഇത് ക്ലിയർ ആയോ? ഇതിൽ പാരന്റിങ്ങിന്റെ ഏറ്റവും റോളാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ചിരിക്കാൻ വേണ്ടി മാത്രമല്ല. പാരന്റ്സ് അവരാണ് ഭീരുക്കളെ സൃഷ്ടിക്കുന്നതും ഒരു ധൈര്യമുള്ള സൃഷ്ടിക്കുന്നതും പാരന്റ്സ് ആണ്. അങ്ങനെ ഞാൻ ശരിക്കും ഒരു ഭീരുവായി കേട്ടോ. ഇത് കാരണം അമ്മ കാരണം ബാക്കിലൊന്നും വിചാരിക്കും എന്തെങ്കിലും ഞാൻ ചെയ്യാൻ അമ്മ ഉടനെ തന്നെ തടഞ്ഞു നിർത്തും. നീ പോയത്, 4 പേര് എന്ത് പറയുന്ന നിനക്ക് അറിഞ്ഞുകൂടാ കേട്ടാ, പിന്നെ നാണക്കേടാണ്. അപ്പം ആ ഷെയിം എല്ലാം നെഗറ്റീവ് കുത്തിവെക്കുന്നു. അത് കൂടെ ബൂസ്റ്റർ ഡോസ്, നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമല്ലോ, നമ്മുടെ വാക്സിൻ തന്നെ ബൂസ്റ്റർ ഡോസ് ഇടുമ്പോൾ അത് കൂടും. ബൂസ്റ്റർ ഡോസ് തന്ന് അതങ്ങ് കൂടി. അതെല്ലാം മാറുന്ന എപ്പോഴാണ്? ഞാൻ മെഡിക്കൽ കോളേജിൽ MBBS-ഉം MD പഠിക്കുമ്പോഴും മാറിയില്ല. MD പറയുമ്പോൾ കുറച്ച് മാറി, കുറച്ചത് അത് സാഹചര്യം കാരണമാണ്. പിന്നെയാണ് ഞാൻ കുറെ ബുക്സ് എടുത്ത് വായിക്കാൻ തുടങ്ങി. അത്രയും നാൾ വന്നിട്ട് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ കഥാപുസ്തകം പോലും വളരെ കുറച്ചേ വായിക്കത്തുള്ളൂ. ആ കഥാപുസ്തകം നർമ്മം, എനിക്ക് നർമ്മം വളരെ ഇഷ്ടമാണ്. അതാണ് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഉള്ള എല്ലാ ബുക്കുകളും അന്ന് വായിച്ചിട്ടുണ്ട്, നർമ്മത്തിന്റെ. പിന്നെ കുറച്ച് ഡിറ്റക്റ്റീവ് നോവൽസ്, അതല്ലാതെ വേറെ എക്സ്ട്രാ റീഡിങ് ഒന്നുമില്ല. അപ്പോഴാണ് പുതുതായിട്ട് ഞാൻ ഇങ്ങനെ തുടങ്ങുന്നു. ഞാൻ 2-3 ടോക്കിൽ ഞാൻ പറഞ്ഞാണ് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. അതാണ് ഒരു മാജിക്, വണ്ടേഴ്സ് ഫോർ മീ. ഡെയിൽ കാർണിഗിയുടെ അത് വായിച്ചപ്പോഴാണ് ഇതെല്ലാം വറിയിങ് ആണ്, അൺനെസറി ആയിട്ട് വറിയാണ് നമ്മൾ. ചില ബാക്കിലെന്ത് വിചാരിക്കും, ബാക്കിലെന്ത് പറയും. അപ്പൊ ആ വറി ഒന്ന് മാറിക്കിട്ടി. Then I became a totally changed person. നമ്മള് അത് പിന്നെ അപ്ലൈ ചെയ്യണം. ബുക്ക് വായിച്ചാൽ പോരാ, ഒരുപാട് പേര് വായിച്ചിട്ട് അറിയാം, അപ്ലൈ ചെയ്യത്തില്ല. I kept on applying. അങ്ങനെ ആ ഫിയർ ഓഫ് ക്രിറ്റിസിസം ഇതിന് അടുത്ത് കണ്ടുപിടിക്കേണ്ടായിരുന്നു അറിയാം. രാഷ്ട്രീയക്കാർക്ക് ആർക്കെങ്കിലും ക്രിറ്റിസിനെ പേടിയുണ്ടോ? മോഡിക്ക് പേടിയുണ്ടോ? ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് പേടിയുണ്ടോ? രാഹുൽ ഗാന്ധിയെ പപ്പു കിപ്പു കുപ്പു എന്നൊക്കെ വിളിച്ചാലും ഒരു പ്രശ്നവും ഇല്ല. മോഡിയെ മറ്റേ ഫേക്കു കീക്കു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം, അത് തെറ്റാണ്. ഡെയിൽ കാർണിഗി സൂയിസൈഡഡ്, ദാറ്റ് ഈസ് എ റോങ് ഫേക്ക് ന്യൂസ്. വ്യാജ വാർത്ത എല്ലാവരും വിശ്വസിക്കും. ഹി ഡൈഡ് ഫ്രം ലിംഫോമ. ഓക്കെ, കറക്ഷൻ. ഇനി ദെൻ അപ്പൊ അവർക്ക് ഒരു ഇതും ഇല്ല. പിണറായി വിജയൻ എന്തെല്ലാം എഴുതുന്നുണ്ട് മീഡിയ എല്ലാം, എന്തെങ്കിലും ഒരു ഇതില്ല. അതാണ് എന്റെ ടോക്ക്, ഞാൻ കൊടുത്ത ടോക്ക് ഉണ്ടായിരുന്ന തിക് സ്കിൻ കോഷ്യന്റ്, തൊലി കട്ടി കോഷ്യന്റ്. അതൊന്ന് കാണണം കേട്ടോ, കുറച്ചെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ. അവിടെ തൊലിയല്ല, മനക്കെട്ടിയാണ്. നമ്മൾ ആൾക്ക് നല്ല തൊലിക്കെട്ടി എന്ന് പറയുമ്പോൾ തൊലിയല്ല കട്ടി. He has got a strong mind. He is not afraid of facing criticisms. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഫിയർ ഓഫ് ക്രിറ്റിസിസം വളരെ കോമൺ. അടുത്ത രണ്ടാമത്തെ ഫിയർ ഓഫ് റിജക്ഷൻ. നമ്മൾ ചോദിച്ചിട്ട് അവര് നോ പറഞ്ഞെങ്കിലോ, അല്ലെ? ചോദിച്ച് കിട്ടിയില്ല, തന്നില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞാല് നമ്മൾ ചോദിക്കത്തില്ല. ഇങ്ങനെയാണ് ചിലപ്പം നമ്മുടെ ലതാജി, രമാദേവിജിയൊക്കെ ആ ഹോമിയോപ്പതി കോളേജിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും ചെറുക്കൻ്റെ അടുത്ത് ചിലപ്പം പ്രേമം തോന്നിക്കാണും ഉള്ളില്. അതേപോലെ നിങ്ങളെ കണ്ടിട്ട് ഏതെങ്കിലും ചെറുക്കനും അവന്മാർക്കും പ്രേമം ഇങ്ങനെ ഇതായിക്കണം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കത്തില്ല. ചില റിജക്റ്റ് നോ പറഞ്ഞു കഴിഞ്ഞെങ്കിലോ,
നോ അങ്ങനെയാണ് എത്ര പ്രേമം എന്നറിയാം. ഇതെല്ലാം പൊളിഞ്ഞു പോകുന്നത് ബിക്കോസ് ഓഫ് ദി ഫിയർ ഓഫ് റിജക്ഷൻ. ഞാൻ ഈ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എത്തട്ടെ. ഞാൻ രമാദേവി നിങ്ങൾ ഉണ്ടെന്ന് പറയണ്ട, ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതേപോലെ ഒരു ഫിയർ ഉണ്ടെന്നുള്ളത്, ഫിയർ ഓഫ് റിജക്ഷൻ. എത്ര എന്നറിയാം, എല്ലാം വൺ സൈഡഡ് ലവ് ആയിട്ട് അങ്ങ് പോകും. അവരും റെഡി, ഇവർക്ക് അങ്ങോട്ട് രണ്ടുപേർക്ക് താല്പര്യമുണ്ട്, പക്ഷെ രണ്ടുപേരും ചോദിക്കുന്നില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് പറയാനായിട്ട് പേടി, റിജക്ഷൻ, നോ പറയൂ എന്നുള്ളത്. സോ ദാറ്റ് ഈസ് അനദർ ഫിയർ ഓഫ് റിജക്ഷൻ. മൂന്നാമത്തെ ഫിയർ ആണ് ഫിയർ ഓഫ് ഫെയിലിയർ. അത് കാരണം എത്ര പേരാണെന്നറിയാം ചില പരീക്ഷകളൊന്നും എഴുതാത്തത്. ബാങ്കിൽ ജോലിയായിട്ട് കയറിയിട്ട് ക്ലർക്കായിട്ടൊക്കെ ജോലിയിട്ട് ക്ലർക്കായിട്ട് തന്നെ അതിൽ തന്നെ നിന്ന് മാനേജർ പരീക്ഷ ഒന്നും എഴുതത്തില്ല. എഴുതി കഴിഞ്ഞാൽ തോറ്റെങ്കിലോ, തോറ്റെങ്കിൽ 4 പേര് എന്ത് പറയും? 4 പേര് എന്ത് വിചാരിക്കും അല്ലെ? നിങ്ങൾ എന്തോ അപ്പൊ മോശം, നിങ്ങൾക്ക് ഈ പരീക്ഷ പോലും പാസ്സാൻ കഴിയുന്നില്ല, പിന്നെ എന്തിന് താനൊക്കെ എന്തിന് കൊള്ളാം, അതുകൊണ്ട് എഴുതാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെ ദേ അവോയ്ഡ് ഇതിൻ്റെയൊക്കെ ഫിയർ ഓഫ് ഫെയിലിയർ. ട്വൽവ് ഫോബിയാസ് ഫ്രം എ ലിസ്റ്റ് ഓഫ് 500 ഫോബിയാസ്. കേട്ടോ, ഇതിന് വേണ്ടിയിട്ട്, ഈ ടോക്കിന് വേണ്ടിയിട്ട് എന്നെ ഇദ്ദേഹം ധനേഷ് ജി ഒരു 4 ദിവസം 5 ദിവസത്തിന് മുമ്പാണ് എൻ്റെ അടുത്ത് പെട്ടെന്ന് വിളിച്ചു, എനിക്ക് വാട്സാപ്പ് ഇടുന്നത്, തിങ്കളാഴ്ച ഒരു ടോക്ക് വരാൻ പറ്റുമോ? തിങ്കളാഴ്ച. ഞാനാണെച്ചാൽ കുറെ ടോക്സ് ഇങ്ങനെ എല്ലാ ആഴ്ചയും ഒരെണ്ണം കൊടുക്കും, വേറെയും കൊടുക്കും. അപ്പോൾ എന്നെ കാണിച്ചാൽ ഞാൻ ഒരു കർണനാണ്, ഒരു വ്യക്തി പറഞ്ഞ ഞാൻ ഈ കർണനാണ്. കർണൻ നോ പറയത്തില്ല, അറിയാമല്ലോ. മഹാഭാരതത്തിലെ കർണൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നോ പറയത്തില്ല, യെസ് എന്ന് പറയും. അതുകൊണ്ട് ഞാൻ എങ്ങനെ ആ കർണനെ പോലെ അന്നത്തെ ദിവസം ആയാലും തിങ്കളാഴ്ച എനിക്ക് വേറെ പരിപാടിയില്ല, ഞാൻ പറഞ്ഞു യെസ്. എന്നിട്ട് ആലോചിച്ച് ഏത് ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ വെച്ചു ഇങ്ങനെ ശരി, ഈ ഇപ്പൊ എനിക്ക് തന്നെയുള്ള പേടിയെല്ലാം ഉണ്ടായിരുന്നല്ലോ, എന്റെ മകനും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ വെച്ചു ഈ ടോപ്പിക് ഇട്ടേക്കാം, ഭയം. അപ്പൊ ഇടുമ്പോൾ പിന്നെ ഐ ഓൾവേസ് ഡു സം റീഡിങ് ആൻഡ് റിസർച്ച്. ഞാൻ വെറുതെ വന്ന് വായി തോന്നിയ പറഞ്ഞിട്ട് പോകത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ഗൂഗിൾ സെർച്ചും, ഇന്നത്തെ കാണിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉണ്ട്, അതെ, അതെല്ലാം നോക്കി കുറെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നോക്കുന്ന. 500ഓളം ഫോബിയ ഉണ്ട് കേട്ടോ, 1ഉം 2ഉം ഒന്നല്ല, 500 ഫോബിയ. അപ്പൊ അത് പറയണമെങ്കിൽ എത്ര നാളെടുക്കും, അല്ലെ എത്ര മണിക്കൂർ എടുക്കും? അത് കാരണം അതിൽ നിന്ന് ഞാൻ വെറും ഒരു 12 എണ്ണം മാത്രം ഇന്നത്തേക്ക്, only 12. സൈനോഫോബിയ പിടികിട്ടിയോ? ഇല്ലെങ്കിൽ നോ ഇട്ടേ. എന്റെ മോൻ ഉണ്ടായിരുന്ന ഫോബിയാണ് സൈനോഫോബിയ. പിടികിട്ടിയില്ല, ഡോണ്ട് വറി, ഡോണ്ട് ഫീൽ ബാഡ്. സൈനോഫോബിയ എന്ന് പറഞ്ഞാല് ഡോഗ് ഫോബിയ, പട്ടിയെ പേടി. എന്റെ മകൻ നാട്ടിലാണ് ജനിച്ചത്. അവൻ ജനിച്ച് അവന്റെ 1.5 വയസ്സ് വരെ നാട്ടിലായിരുന്നു. ആ പീരീഡിൽ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു. ഞാൻ അവിടെ MRCP എല്ലാം എടുക്കാനായിട്ട് പോയി. ആ 1.5 കൊല്ലം ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു. എന്നിട്ട് ആ സമയത്ത് എൻ്റെ ഒരു 3 തവണ നാട്ടിൽ വന്നിട്ടുണ്ട്, ഒരു 4 മാസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഹി വാസ് ദർ. അവിടെ ഉള്ള വീട്ടിലെ ജോലിക്കാരും ഇങ്ങനെ പലരാണ് അവനെ എടുത്തേക്ക് നോക്കി നിൽക്കുന്നത്. അപ്പോഴങ്ങനെ അവൻ ഇങ്ങോട്ട് വന്നു 1.5 വയസ്സിന് ശേഷം. ഒരു 5 വയസ്സായപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു വീട്ടിലോട്ട് ഞാനും മകനും എല്ലാവരായിട്ട് അങ്ങ് പോകുന്നു. അവിടെ കയറിയോടെ തന്നെ ഒരു പട്ടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുരച്ചു വന്നു. ഈവൻ ആ കൂടി വരണ്ടിട്ട് ഇറങ്ങി ഓടി വീട്ടിൽ നിന്ന്. ഓടിയിട്ട്, അതാണ് ഫിയർ, എവറിത്തിങ് ആൻഡ് റൺ. ഓടി നേരെ കാറിന്റെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയണ കാണാ, പേടിക്കണ്ട, ഒന്നുമില്ല. നോ നോ, ഞാനവനെ വിളിച്ചിട്ട് ഇല്ല, വരത്തില്ല. ശരി, അപ്പൊ ഞാൻ വിചാരിച്ചേട്ടാ ഇതെങ്ങനെ ഇത്രയും പേടി ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പേടി ഉണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ ശേഷം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം അവൻ ചോദിക്കുന്നത് ഈസ് ദർ എ ഡോഗ്. അവൻ ചോദിക്കുന്നത് ഈസ് ദർ എ ഡോഗ്. അപ്പൊ ഞാൻ ഇതൊരു വലിയ ഇതായല്ലോ. എന്നിട്ടും ആരെങ്കിലും അവര് ഞാൻ വിളിച്ചു ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ പട്ടിയോ ഇതുണ്ടോ? കൊണ്ട് ചെല്ലു ഉണ്ടെന്ന് പറയും, ഇല്ലെന്ന് പറയും. ഇല്ലാന്ന് കണ്ണാ, നോ ദേ ഡോണ്ട് ഹാവ് എ ഡോഗ് എന്നാ വരും. ഞാൻ വിചാരിച്ചു ഇത് വല്ലാത്ത പ്രശ്നമാണെന്ന് വെച്ചാൽ ഞാൻ ഇവനെ ഒരു 10-12 വയസ്സ് കഴിഞ്ഞാൽ നാട്ടിലയച്ച് അവിടെ പഠിപ്പിക്കണം എന്നാണ് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്.
ഞാൻ നമ്മുടെ നാട്ടിൽ ഒന്ന് വിട്ടുപോയെന്നുള്ളത്. അപ്പൊ ഞാൻ ഇവൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് പട്ടിക്ക് ഒരു ദാരിദ്ര്യമില്ല, റോഡിൽ എല്ലാം പട്ടികളേ ഉള്ളൂ അല്ലെ. അമേരിക്കയിലാണെങ്കിൽ റോഡിലെ പട്ടി കാണാൻ പറ്റത്തില്ല. നാട്ടിലാണെങ്കിൽ എന്തെല്ലാം പട്ടികൾ എന്തെല്ലാം ഇനത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്, അതും ഗ്രൂപ്പായിട്ടൊക്കെ നിൽക്കും. അപ്പൊ ഇവൻ പിന്നെ നടക്കത്തില്ല. ഇവൻ അവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാല് പോയി, അവൻ ഇറങ്ങത്തില്ല വീട്ടിൽ നിന്ന്. അപ്പൊ ഇതിനെങ്ങനെ ക്യൂറണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ബുക്കും ഞാൻ വായിച്ചില്ല. ടു ബി ഫ്രാങ്ക്, ഒരു ബുക്കും വായിച്ചില്ല. ഞാൻ ഐ യൂസ്ഡ് കോമൺ സെൻസ്. അത് തന്നെയാണ് പിന്നെ അറിയുന്നത്. ഞാൻ യൂസ് ചെയ്ത കോമൺ സെൻസ് ആണ് എക്സ്പോഷർ തെറാപ്പി. ഞാൻ വെറും കോമൺ സെൻസ് ആണ് യൂസ് ചെയ്തത്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആണെങ്കിൽ കുറെ പെറ്റ് ഷോപ്സ് ഒക്കെ ഉണ്ട്. പെറ്റ് ഷോപ്സിൽ പൂച്ചക്കുട്ടി, പട്ടിക്കുട്ടി, മീന്, കിളി എല്ലാം വിൽക്കുന്നതാണ്. അവിടെ ഇവനെയും വിളിച്ചുകൊണ്ട് അവിടെ ഒരുപാട് പപ്പീസ് ഉണ്ട്. ഈ പോമറേനിയൻ, കൊച്ചു 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 പല ബ്രീഡിലുള്ളത്. അപ്പൊ അതിനെ കണ്ടപ്പോൾ തന്നെ ഇവ അങ്ങോട്ട് മാറി. ഞാൻ അവിടെ ചെന്ന് നമുക്ക് കയ്യിലെടുക്കാം ഒരു പട്ടിക്കുട്ടി എടുത്തുണ്ട്. അവിടെ ഒരു സോഫയിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, വാ നോ. അവൻ ഒരു 10 അടി ദൂരെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ലുക്ക്. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്, CBT. See, I am holding this one. If it is going to bite, do you think that I will hold it in my hand? It will be painful for me also. So it won't bite. That's why I'm holding. ഒന്ന് വാ. അവനെ അറച്ച് മടിച്ച് പതുക്കെ വന്ന് ഒന്ന് തൊട്ടിട്ട് ഓടിക്കളയും. പിന്നെ അവനെ വിളിച്ച് പിന്നെ തൊടാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു 3-4 ആഴ്ച ഈ പെറ്റ് ഷോപ്പിൽ പോയി ഏതെങ്കിലും ഒരെണ്ണത്തിനെ കയ്യിലെടുത്ത് അവനെ തൊട്ടുവിട്ട് അവനെ എക്സ്പോഷർ വീണ്ടും വീണ്ടും എക്സ്പോഷർ ആയോടെ അവന് പതുക്കെ പേടി കുറഞ്ഞു പട്ടിക്ക്. എന്നിട്ട് പിന്നെ ഞാൻ ആലോചിച്ചു, ഇത് കോമൺ സെൻസ് ആണ്. എന്റെ കോണ്ടാക്റ്റിലുള്ള 1-2 പേർക്ക് ഏകദേശം ഇവന്റെ പ്രായമുള്ള പിള്ളേരുള്ള അവർക്ക് പട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ ഒരു ശനിയാഴ്ച അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോകും. അപ്പൊ ആദ്യം നേരത്തെ പറഞ്ഞു, they have a dog, but don't worry that Nikhilesh, he plays with that dog. മറ്റെവിടെ ആണെച്ചാൽ ബാലാജി, he plays with that dog, don't worry. അപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് വന്നു. അവൾ വിളിച്ചുകൊണ്ടായി ആ പട്ടിയായിട്ടൊക്കെ അവൻ നിഖിലേഷ് കളിക്കുന്ന മാറിയെന്ന് കണ്ടോണ്ടിരുന്നു. അവൾ ആ പേടി കുറഞ്ഞു. എന്നിട്ട് ഞാൻ ബാലാജി അടുത്ത് പറഞ്ഞു, ബാലാജി, why don't you just take Suraj also along with you when you take the dog for a walk. അപ്പോൾ അവൻ എന്റെ മോനെയും പിടിച്ചുകൊണ്ട് പട്ടിയായിട്ട് ഇവരൊന്നിച്ച് നടന്നു കുറെ നേരം, ഒരു 1/2 മണിക്കൂർ. അതെല്ലാം കഴിഞ്ഞപ്പോൾ പേടി കംപ്ലീറ്റ് ആയിട്ട് മാറി. ഗെറ്റ് മൈ പോയിന്റ്? സൈനോഫോബിയ. അല്ലാന്നുണ്ടെങ്കിൽ അവൻ നാട്ടിൽ 13ാമത്തെ വയസ്സ് മുതൽ ഒരു 10 കൊല്ലം MBA എല്ലാം പഠിച്ചത് നാട്ടിലാണ്. നമ്മുടെ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ? എനിക്കറിയാം, നാട്ടിൽ തന്നെ എന്റെ 1-2 ഫ്രണ്ട്സ് അവർ മോർണിംഗ് വാക്ക് നിർത്തി മ്യൂസിയത്തിൽ നടക്കാൻ വന്നുകൊണ്ടിരുന്ന് വരുന്നില്ല. എന്താണ് ചോദിച്ചാൽ, പട്ടികളുടെ ശല്യമാണ്, എനിക്ക് പേടിയാണെന്ന്. കേട്ടോ, റോട്ടിലെല്ലാം പട്ടി ഇരിക്കുന്നു, വല്ലതും കടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൈനോഫോബിയ. ദെൻ അയാട്രോഫോബിയ. വല്ല പിടിയുണ്ടോ എന്താണെന്നുള്ളത്? ഇല്ലെങ്കിൽ നോ എന്നിട്ടെ. അയാട്രോഫോബിയ. അയാട്രോഫോബിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ്, വേണുപാലൻ ജി അറിഞ്ഞൂടാ, നോ പ്രോബ്ലം, ഫിയർ ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് പേടി. അതെ, ആ പേടി ആർക്കുണ്ടെന്നറിയാമോ? എനിക്കുണ്ട്. എനിക്കിപ്പോ അത് കൂടുതലാണ്, അയാട്രോഫോബിയ. എന്തുകൊണ്ട്? ഞാൻ ഈ 50 വർഷത്തിൽ ഒരു 300-400 ഡോക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, എന്റെ അച്ഛൻ 2009 പുള്ളി ഒരു ഹിപ്പ് ഫ്രാക്ചർ ആയിട്ട്, ഞാൻ അമേരിക്ക ഉള്ളപ്പോൾ അവിടെ തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ഫോർ ഹിപ്പ് ഫ്രാക്ചർ. സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് പുള്ളിക്കാരന് ഡയറിയ വന്നു. ആ സമയത്ത് അവർ മിസ്മാനേജ്മെന്റിൽ ഈ സബ്സിക്വന്റ്ലി ഡെവലപ്ഡ് ഹൈപ്പോനേട്രീമിയ, സോഡിയം അങ്ങോട്ട് താഴെ പോയി. അവർ കറക്റ്റ് ചെയ്തില്ല. അമ്മയുടെ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു, ബിക്കോസ് ഓഫ് ഹൈപ്പോനേട്രീമിയ. അപ്പൊ ഞാൻ നോക്കിയിട്ട് 2 ദിവസമായിട്ട് എന്തോന്ന് ഉറക്കം. Then I asked a friend of mine to go and see my father. വീട്ടിൽ ചെന്ന് നോക്കിയാണ് പുള്ളിക്കാരൻ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യപ്പോഴാണ് സോഡിയം വളരെ കുറവ്. പിന്നെ അത് കറക്റ്റ് ചെയ്തു. പക്ഷേ അതിന് ശേഷം അച്ഛന് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കുറെ ചേഞ്ചസ് വന്നു. അച്ഛന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു പേഴ്സണാലിറ്റി തന്നെ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നു. അതല്ലാതെ പിന്നെയും സമയപരിധി ഞാൻ പറയുന്നില്ല, വേറെ കുറെ പേര് ഞാൻ പോയി അവിടെ ചെന്നപ്പോഴും എനിക്കിപ്പം ഡോക്ടേഴ്സിനെ പേടിയാണ്. നല്ലൊരു ശതമാനം ഡോക്ടേഴ്സും ഇൻകോമ്പിറ്റന്റ് ആണ്.
അമേരിക്കയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് സായിപ്പായാലും മദാമായാലും നമ്മളായാലും കാണുമ്പോഴും അതിലും ഒരു 30% പേര് ഡേഞ്ചറസ് ഡോക്ടേഴ്സാണ്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ടോക്ക് കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഡേഞ്ചറസ് ഡോക്ടേഴ്സ്, ഇറസ്പോൺസിബിൾ ഡോക്ടേഴ്സ് കാണണം. ഇൻകോമ്പിറ്റന്റ്, നെഗ്ലിജന്റ്, ഇങ്ങനെയൊക്കെയുള്ളവരാണ്. അത് കാരണം എനിക്ക് ഡോക്ടേഴ്സിനെ ശരിക്കും വിശ്വാസമില്ല, നല്ലൊരു ശതമാനത്തിന്. ഞാനവിടെ നാട്ടിൽ വന്ന് അച്ഛനെ കാണാനായിട്ട് ഞാൻ വിചാരിച്ചു 1 മാസം ലീവ് ഇട്ടിട്ട് 1-2 മാസം ലീവ് ഇട്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. ഇതെല്ലാം അറിഞ്ഞോടുകൂടി അച്ഛനപ്പം 85 വയസ്സ്. ഞാൻ വിചാരിച്ചു ഏതായാലും അച്ഛൻ മേ ബി ഹി മേ ലീവ് ഫോർ ഫ്യൂ മന്ത്സ് അതൊക്കെ. സോ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴും മോഡിജി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സ്ലോഗൻ ഉണ്ടല്ലോ, നരേന്ദ്രമോദി, ഏക് ഹേ തോ സേഫ് ഹേ. അതാണ് ഇപ്പൊ തർക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിച്ച് നിന്നാൽ സേഫ് ആണെന്നുള്ളത്. അതാണ് ഏക് ഹേ തോ സേഫ് ഹേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ സേഫാണ്. അത് കാരണം ഞാൻ അവിടെ തന്നെ ഇരുന്നു. 5.5 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വേറെ ആൾ പറയും പൈസയുടെ ഫ്രം ഫിനാൻഷ്യൽ പോയിന്റ് വെച്ചാൽ ശരിക്കും ഒരാൾ ഏൺ ചെയ്യാൻ പറ്റും. 5.5 കൊല്ലം ഇവിടെ അമേരിക്കയിൽ നിന്ന് കോടികൾ സമ്പാദിക്കാം. പക്ഷേ എനിക്ക് അതല്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ആ ഒരു വെച്ചാൽ ഇത്രയും വളർത്തി എനിക്ക് ഫിനാൻഷ്യലി ഐ എം സ്റ്റേബിൾ. പിന്നെ എന്തിനാണ് കൂടുതൽ കാശ് വന്നിട്ട് എന്തോ ചെയ്യാനായിട്ട്? ഒന്നുമില്ല. ഐ വാണ്ടഡ് ടു മേക്ക് ഷുവർ ആ 5.5 കൊല്ലത്തിൽ അച്ഛന് ചെറിയ ചെറിയ അസുഖങ്ങൾ, ചുമ അല്ലെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ വയറിളക്കം അല്ലെങ്കിൽ വയറുവേദന അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കോൺസ്റ്റിപ്പേഷൻ ഞാൻ മാനേജ് ചെയ്യാൻ ഒരു ആശുപത്രിയിലും പോയേണ്ടി വന്നിട്ടില്ല. ലാസ്റ്റ് ഡേ 5 മണിക്കൂർ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ആൻഡ് ഈ ഡൈഡ് പീസ്ഫുള്ളി വിത്ത് കാർഡിയക് അറസ്റ്റ് 90ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് എനിക്ക് ഡോക്ടേഴ്സിനാണ് ഏറ്റവും പേടി. നല്ലൊരു ശതമാനം ഇൻകോമ്പിറ്റന്റ് ആണ്. അയട്രോഫോബിയ. എക്സാം ഫോബിയ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. എയറോഫോബിയ, പ്ലെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ആ പേടി. എൻ്റെ കൂടെ MBBS പഠിച്ച ഒരു ഫ്രണ്ട്, പുള്ളിക്കാരനോട് ഞാൻ സ്ഥലം പറയുന്നില്ല, കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ ഏകദേശം എൻ്റെ പ്രായമാണ്. പുള്ളിക്കാരൻ്റെ മകള് ഡോക്ടറാണ്. കല്യാണം കഴിച്ച് അമേരിക്കയിൽ അയച്ചിട്ട് ഒരു 10-20 വർഷമായി. ഇങ്ങനെ ഒരിക്കൽ പോലും ഇങ്ങനെ അമേരിക്കയിലോട്ട് വന്നിട്ടില്ല മോളെ കാണട്ടെ. അങ്ങേരുടെ ഭാര്യയൊക്കെ വന്നൊക്കെ പോയിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടില്ല. പക്ഷെ അങ്ങേരുടെ ഈഗോ കാരണം അഡ്മിറ്റ് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ പോയില്ലേ മോളെ കാണാനായിട്ട്? എന്തോന്ന് അവിടേക്ക്, മോളൊക്കെ ഇവിടെ വരുമല്ലോ, പിന്നെ എന്തിനാ അതൊരു മെനക്കെട്ട് പോകണം. പിന്നെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഇന്ത്യക്ക് തന്നെ ഒരിടത്ത് പോലും പ്ലെയിനിൽ കയറി പോയിട്ടില്ല. ഒരിടത്ത് പോലും പ്ലെയിനിൽ കയറിയിട്ടില്ല. അങ്ങേർക്ക് എയറോഫോബിയാണ്. അങ്ങേര് അഡ്മിറ്റ് ചെയ്യുന്നില്ല ഈഗോ കാരണം. അപ്പൊ അങ്ങനെ ഒരെണ്ണമുണ്ട് എയറോഫോബിയ. അറാക്കനോഫോബിയ, ചെലന്തി. പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പേടി. ഒരു ചെലന്തിയെ കണ്ട അപ്പോഴും തന്നെ, ഭർത്താവിനെ കണ്ട പേടിയില്ല. ഭർത്താവിനോട് ചെരണ്ട ആടിയെ കൊടുക്കും, ചവിട്ടും കൊടുക്കും. പക്ഷേ ഒരു ചെലന്തിയെ കണ്ട പേടിച്ചു ഓടും. ഒരു ചെലന്തി, ഒരു പാറ്റ. പാറ്റയും ചെലന്തിയും കണ്ടാൽ മതി, പെണ്ണുങ്ങൾ ഓടും. കേട്ടാ, ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയാണെന്നുണ്ടെങ്കിൽ എസ് എട്ട് വേണോദൻ നായർജി അവിടെ ഇന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലേ? പെണ്ണുങ്ങളെ പേടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചിലന്തിയെ കയ്യിൽ കൊണ്ട് കാണിച്ചു കൊടുത്താൽ മതി കേട്ടാ, അപ്പോഴെല്ലാം ശരിയാവും. ക്ലാസ്ട്രോഫോബിയ, അത് ക്ലോസ്ഡ് സ്പേസസ്. ക്ലോസ്ഡ്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ കൂടെ ഉള്ള 1-2 പേര് അവർ ലിഫ്റ്റിൽ കയറത്തില്ല. അവർ പടി കയറും, പടി കൂടെ ഇറങ്ങും. ലിഫ്റ്റിൽ കയറാൻ ക്ലോസ്ഡ് സ്പേസ് ആണ്, 4 ഡോറും ഇതായില്ലേ. ആ ഫോബിയ ക്ലാസ്ട്രോഫോബിയ. ഗ്ലോസോഫോബിയ, ഇത് എനിക്കുണ്ടായിരുന്നു. എന്തോന്നറിയാം ഗ്ലോസോഫോബിയ? ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. കേട്ടോ, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് ഒന്ന് പബ്ലിക്കായിട്ട് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എത്ര പേർ റെഡിയാവും? റെഡി ആകാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോ ഇട്ടേ. ഇഫ് യു ആർ അഫ്രൈഡ് ഓഫ് സ്റ്റാൻഡിങ് ബിഫോർ ആൻ ഓഡിയൻസ് ആൻഡ് ഗിവിംഗ് എ സ്പീച്ച്, റോയ് ചെറിയാൻജി, അനിതാ സോമൻ, ഡോണ്ട് വറി. ഇത് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും കോളേജിൽ ഞാൻ അവസാനം ഫിലിം ക്ലബ് സെക്രട്ടറി ആയി. ആ ഇലക്ഷനുമായിട്ട് കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അഡിക്റ്റഡ് ടു വാച്ചിങ് മൂവീസ്. അതാണ് ഫിലിം ക്ലബ് സെക്രട്ടറിയുടെ താല്പര്യം. പക്ഷേ ക്ലാസ്സിൽ ചെന്ന് വോട്ട് പിടിക്കണ്ടേ? വോട്ട് പിടിക്കാനായിട്ട് ചെന്ന് ഓഡിയൻസ് 150 പിള്ളേരുള്ളപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ലാതെ ഞാൻ പറയുന്നത് എനിക്ക് പോലും കേൾക്കാൻ പറ്റത്തില്ല. അതും ആ കൂടി ഒരു 30 സെക്കൻഡിനകത്ത് ഞാൻ ഐ എം വേണുഗോപാൽ റെഡ്ഡിയ, ഐ എം സ്റ്റാൻഡിങ് ഫോർ ദി ഫിലിം ക്ലബ് സെക്രട്ടറിഷിപ്പ്, പ്ലീസ് വോട്ട് ഫോർ മീ. ഓടിക്കളയും ഞാൻ. ഇത്രയും പറഞ്ഞിട്ട് ഓടി. എനിക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരിങ്ങനെ തലയിൽ കൈയും വെച്ചോണ്ട്, എടാ നീ ശരിക്കും സീരിയസ് ആണോ?
ഇലക്ഷൻ നിൽക്കുന്നത്. നീ കുറെ പറയണ്ടേ നീ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതൊക്കെ. നിന്നെ അവര് എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും സെക്രട്ടറി ആയാലേ? നീ നോക്ക് എന്റെ അപ്പോണൻസ് എനിക്ക് രണ്ടുപേരുണ്ടായിരുന്നു. അവർ എന്തൊക്കെയാണ് കയറി ഒരു 5 മിനിറ്റ് ഒക്കെയാണ് അവർ പറയുന്നത്. ആ സിനിമ കൊണ്ടുവരും, ഈ സിനിമ കൊണ്ടുവരും, എന്തൊക്കെ പറയുന്നതൊക്കെ. നീ ഒന്നും പറയുന്നില്ല. എനിക്ക് ആ ഫോബിയ. പക്ഷെ ഇനി തമാശ വെച്ചാല് ഇലക്ഷൻ ജയിച്ചത് ഞാനാണ്. അതിന്റെ കഥ എന്റെ കൂടെ പഠിച്ച ഒരു സൂസൻ പുള്ളിക്കാർ പറഞ്ഞു, റെഡ്ഡിക്ക് കിട്ടിയതല്ല, എന്നെ അവർ റെഡ്ഡി എന്നാണ് വിളിക്കുന്നത്. റെഡ്ഡിക്ക് വോട്ട് കിട്ടിയില്ലേ, അതെല്ലാം നെഗറ്റീവ് വോട്ട്സ് ആണ്. പെണ്ണുങ്ങളുടെ വോട്ടെല്ലാം റെഡ്ഡി കിട്ടിയെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, എന്തോ നെഗറ്റീവ് വോട്ട്സ്? അതെന്താണ് നീ കേട്ടിട്ടില്ല? എന്താണ് നെഗറ്റീവ് വോട്ട്സ്? ഞാൻ ഈ വളരെ ഷൈ ആയിരുന്നു, നാണം കുടുങ്ങിയായിരുന്നു. ഞാൻ എന്റെ 180 പിള്ളേരിൽ 60 പേര് ഗേൾസ് ആണ്. അതിൽ ആ കൂടി എന്റെ ആ ഡിസെക്ഷൻ, അനാറ്റമി ഡിസെക്ഷനുള്ള ആ ഇതിലുള്ള ഒരു 4-5 പേർക്ക് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അവസാനം വരെ. മറ്റുള്ള ഒരു പെണ്ണിനോട് ഞാൻ സംസാരിക്കാൻ പോലും പോയിട്ടില്ല. ഞാൻ അത്രയ്ക്ക് വളരെ ഷൈ ആയിരുന്നു. പക്ഷെ അവരെന്തോ വിചാരിച്ചാല്, എനിക്ക് അന്ന് തന്നെ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർ വിചാരിച്ചു ഇയാൾക്ക് വലിയ ഗമയാണ്, നമ്മുടെ സംസാരിക്കുന്നില്ല, അയാൾക്ക് വലിയ ഗമയാണ് കേട്ടോ അയാൾക്ക്, അതുണ്ടെന്നൊക്കെ പറഞ്ഞു. ഗമയല്ല, അത് അവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ ആരെയും റാഗ് ചെയ്യാൻ പോയില്ല. പക്ഷെ മറ്റു രണ്ടെണ്ണവും ഒരുപാട് പേര് ശരിക്കും റാഗ് ചെയ്തു. കാമോളെ, പൂമോളെ എന്നൊക്കെ വിളിച്ച് എല്ലാം റാഗ് ചെയ്തു. അത് കാരണം പെണ്ണുങ്ങളിലേക്കെല്ലാം അവരോട് ഇതായിരുന്നു. ദേ ഹേറ്റഡ് ദം. ദേ ഡിസ്ലൈക്ഡ് മീ, ബട്ട് ദേ ഹേറ്റഡ് ദം. എന്നെ ഇഷ്ടപ്പെട്ടില്ല. നോക്കിയപ്പോൾ തമ്മിൽ തൊമ്മൻ ഭേദം. അങ്ങനെയാണ് എനിക്ക് വോട്ട് കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഇവന്റ് വെച്ചിട്ട് ഔക്കാദ് കുട്ടി നഹ അങ്ങനെയാണ് മിനിസ്റ്റർ. അപ്പൊ അങ്ങേര് വന്ന് അങ്ങേര് വോട്ടാ താങ്ക്സ് ഞാൻ പറയണം ഫിലിം സെക്രട്ടറി ആയിട്ട്. രാത്രി ഉറക്കമെല്ലാം പോയി. അടുത്ത ദിവസം എങ്ങനെ ഇത് പറയുന്നത്? അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞിടേ ഒന്ന് വോട്ടാ താങ്ക്സ് ഒന്ന് എഴുതാ. അവനെന്നാ പിടിച്ചു ഒരു 2-3 പാരഗ്രാഫ്. ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 ലൈനിൽ നിർത്തി തരണം കേട്ടോ. 3-4 ലൈൻ, അതിനപ്പുറം എന്നെ കൊണ്ട് പറ്റത്തില്ല. അവസാനം അവൻ പറഞ്ഞു, എടേ നീ ഇതിനെന്ത് പേടിക്കാനിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ല, ശരിയല്ല. എന്നിട്ട് അവിടെ മൈക്കിന്റെ ബാക്കിൽ ചെന്ന് നിന്നപ്പോൾ തൊണ്ടയെല്ലാം വരണ്ട് ഒന്നുമില്ലാതെ, അപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ മാത്രമേ കേട്ട് കാണത്തുള്ളൂ. മൈക്കൊക്കെ ഉണ്ട്, ആരും കേട്ടിട്ടില്ല. അപ്പൊ അതിൽ നിന്നും ഞാൻ ഇതിലോട്ട് വന്നത് എങ്ങനെയാണ് അത് അറിയണ്ടേ, ക്യൂരിയോസിറ്റി ഇല്ലേ? അങ്ങനെ ഞാൻ ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോഴാണ് ഒരിക്കൽ EMS പുള്ളിയുടെ ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. അങ്ങേര് വിക്കി സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങേർക്ക് ഇത്രയും വിക്കും വെച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് വിക്കൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം അല്ലേ? EMSന് വിക്കും വെച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കാണ്. അങ്ങേർക്ക് ഒരു പേടിയില്ല, ഒരു ഇൻഹിബിഷൻ ഇല്ല. എനിക്ക് വിക്കൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ മാറിക്കിട്ടുന്നത്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഞാൻ ഐ ഓവർകെയിം ദാറ്റ് ഗ്ലോസോഫോബിയ. അതുകൊണ്ടാണ് ഇന്നിപ്പോ നിങ്ങൾക്ക് ഈ ടോക്ക് തരുന്നത് തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ നടക്കുമായിരുന്നോ? മാറിയില്ലായിരുന്നെങ്കിൽ വെബിനാറും നടക്കത്തില്ല, കിബിനാറും നടക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. 8ാമത്തെ ഫിയറാണ് നിക്ടോഫോബിയ, ഇരുട്ടിനെ പേടി. ഇരുട്ട്. ഇന്ന് ഞാൻ കുറെ പേർക്ക് ഞാൻ സംസാരിച്ചു ചോദിച്ചോണ്ട് എന്റെ ഫ്രണ്ട്സിനെ, നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് വല്ല ഫ്രണ്ട്സ് പേടി ഉണ്ടായിരുന്ന? രാത്രിയിൽ ഒറ്റയ്ക്ക് പോകാനായിട്ട് പേടിയായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് അപ്പുറത്തെ പോണെച്ചാൽ ഓടിപ്പോയിട്ട് ഓടി തിരിച്ചു വരുന്നു കേട്ടോ. സോ നിക്ടോഫോബിയ അത് ഇന്നും ഉണ്ട്, കുറെ സ്ത്രീകൾക്കുണ്ട്. പേടിയാണ് ഇരുട്ട്. Then comes നോസോഫോബിയ, അസുഖം. എസ്പെഷ്യലി ആ കോവിഡ് സമയത്ത് വന്നപ്പോഴാണ് നോസോഫോബിയ ഒരുപാട് പേർക്ക്. ചെറിയൊരു പനി വന്നാൽ മതി, സാധാരണ പനി, അത് കോവിഡ് ആണോ? ഇപ്പോഴും നോസോഫോബിയ ആണ്. ഒരു പനി വന്നാൽ ഉടനെ തന്നെ അത് ഡെങ്കിയാണോ, അല്ലെങ്കിൽ ഡെങ്കയാണോ, അല്ലെങ്കിൽ ചിക്കൻ കുനിയാണോ, അത് കോവിഡ് ആണോ, അത് നീപ്പായാണോ? പേടി പേടി പേടി. അതെ, അതുകൊണ്ട് കൊള്ളാം ആർക്ക് ഈ കോർപ്പറേറ്റ് ആശുപത്രി ഡോക്ടർമാർക്ക് കൊള്ളാം കേട്ടോ. ഈ പേടിയായിട്ട് വരുമ്പോഴാണ് എല്ലാ ടെസ്റ്റും ചെയ്ത് 10,000-2,000-3,000 രൂപ കിട്ടും. ഒരു കുടുംബത്തിൽ നിന്ന് 3 പേര് വന്നു കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടി, ഈസി ആയിട്ട് മണി. അപ്പൊ നിങ്ങളുടെ പേടി അവർക്ക് ഗുണമാണ്, രോഗികളുടെ പേടി. ദെൻ ഗാമറ്റോഫോബിയ, ഇതെന്താണെന്ന് അറിയാമോ? അതായത് ഫിയർ ഓഫ് മാരേജ്. ഇന്ന് കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം കഴിക്കുന്നില്ല. ആ കൂടി കല്യാണം കഴിക്കുന്ന ഒരേ ഒരു മതത്തിലുള്ള അവർക്ക് ഒരു പ്രയാസമില്ല. മുസ്ലിംസ് മാത്രമേ ഉള്ളൂ. അവര് എല്ലാവരും പെണ്ണുങ്ങളെല്ലാം നേരത്തെ കല്യാണം കഴിക്കുന്നുണ്ട്, പയ്യന്മാരും കഴിക്കുന്നുണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? പക്ഷെ ഹിന്ദുക്കളാണെച്ചാൽ മിക്കവണ്ണം ഇല്ല, ഒരേ നിറഞ്ഞു നിൽക്കുകയാണ്. 40 വയസ്സെല്ലാം ആയിട്ട് കിട്ടുന്നില്ല സംഗതി. ഇവിടെ അമേരിക്കയിൽ അതേപോലെ ഹിന്ദുസ് ആയിട്ട് വന്നുള്ള മിക്കവരും കെട്ടുന്നില്ല. ഒരുപാട് പേരുടെ വീട്ടിൽ വിളിക്കുമ്പോഴെല്ലാം ഇത് എന്റെ മകൻ 32 വയസ്സായി, ഇനി അവൻ കെട്ടുമോ ഇല്ലെന്നത് ദൈവത്തിനെ അറിയാവൂ. അവൻ കെട്ടുവോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ അവൻ്റെ അടുത്ത് 2-3 തവണ ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞ ഓക്കെ
I will when I think that I'm ready, I will let you know. When I think I'm ready, I will let you know. തീർന്നല്ലോ. എന്തുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഈ ഗാമറ്റോഫോബിയ, ഇത് ഫിയർ ഓഫ് മാരേജ്, ടെക്നോഫോബിയ. അതാണ് ഇപ്പൊ ഒരുപാട് പേർക്ക്, പ്രായമാർക്ക് ടെക്നോളജി ഒന്നും പിടിയില്ല. അവർക്കൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ, ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. ഈ ബാങ്കിലെ ട്രാൻസാക്ഷൻ എല്ലാം തന്നെ ഓൺലൈനിൽ ചെയ്യുന്നത് എല്ലാം പേടി. ശരിയല്ലേ? ശരിയാണെന്നുണ്ടെങ്കിൽ എസട്ടെ. എല്ലാവരും പീപ്പിൾ ദേ ആർ വെരി സ്കേർഡ് അബൌട്ട് അത്. സൈബർ ക്രിമിനൽസ് അതിൽ കൂടെ പൈസ എല്ലാം പോവും, അതിൽ പോവും, ഇത് പോവും. അല്ല അത് കാരണം ചിലർ നേരെ ബാങ്കിൽ തന്നെ നടന്നു പോയി അവിടെ ഇരുന്ന് ഫോം എല്ലാം ഫില്ല് ചെയ്യത്തുള്ളൂ. ഓൺലൈനിൽ കൂടെ വീട്ടിൽ നിന്ന് ചെയ്യത്തില്ല. ഇത് ബില്ലടയ്ക്കാനായിട്ട് നേരെ ചെന്ന് നടന്നു ചെന്ന് അവിടെ വെയിലും ഇതെല്ലാം കൊണ്ട് അവിടെ ചെന്നിരുന്ന് അടയ്ക്കും. എന്നുവെച്ചാല് ടെക്നോളജി പേടിയായി കഴിഞ്ഞു. ടെക് ഫോബിയ. അടുത്തത് സിലിയറോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ക്രിമിനൽസ്, ബർഗ്ലേഴ്സ്, കള്ളന്മാരെ പേടി. എന്റെ ഇവിടെ തന്നെ അപ്പാർട്ട്മെന്റിൽ മുകളിലിരിക്കുന്ന ഒരു സായിപ്പുണ്ട്, അയാൾക്ക് അതാണ് ഏറ്റവും വലിയ പേടി. അയാൾ അവിടെ ഇവിടെയൊക്കെ എല്ലാം അലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെന്ന് വെച്ചാൽ അവിടെ ആലാം, ഈ ലൈറ്റ്, വീഡിയോ മോണിറ്ററിങ് എല്ലാം ഒരു $500 ചെലവാക്കി വെച്ചിട്ടുണ്ട്. അയാളെ ഞാൻ നോക്കിയിട്ട് അവിടെ ഒന്നുമില്ല. അയാളത് മോഷ്ടിച്ചിന് പോകാനായിട്ട് ഒന്നുമില്ല കാര്യമായിട്ട്. ഒരു ചെറിയൊരു പഴയ ഒരു പിയാനോ മാത്രമേ ഉള്ളൂ. അത് മോടിച്ചിട്ട് ഒരുത്തിനും ഒരു ഗുണവും ഇല്ല. അവന് പിയാനോ വായിക്കാൻ അറിയാമെന്നില്ലെങ്കിൽ അവന് അത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനായിട്ട്, പുഴുങ്ങി തിന്നാൻ പറ്റും. അയാൾ നല്ല ലാപ്ടോപ്പ് പോലും ഇല്ല. പക്ഷെ അയാൾ ഈ ഫിയർ ഓഫ് ബർഗ്ലേഴ്സ്, സില്ലറോഫോബിയ. സോഫാർ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആണോ? അത് അയ്യട്ടെ നോക്കട്ടെ. ഞാൻ വന്നിട്ട് എന്നെ തന്നെ ഞാൻ ഒരു എന്റർടൈനർ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു എന്റർടൈനറാണ്. ഇതിൽ എഡ്യൂക്കേഷൻ ത്രൂ എന്റർടൈൻമെന്റ്. അതായത് അല്ലാതെ സീരിയസ് ആയിട്ട് എനിക്ക് ദർ ആർ 12 phobias. The first phobia is cynophobia. Cynophobia is the fear of dogs. And my son, he suffered from cynophobia. And I will share that is how. ഇങ്ങനെ പറഞ്ഞു പോവാം. ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വേണുഗോപാലൻ നായർ സാറ്, വേണുഗോപാലൻ നായർജി ഉടനെ തന്നെ വയ്ക്കുന്ന ആദ്യം ക്യാമറ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നേരെ സ്ഥലം വിടും. മിക്കെണ്ണം സ്ഥലം വിടും. ഇപ്പൊ നിൽക്കുന്ന 54 നേരെ ഒരു 10-12 പേര്. പിന്നെ അവസാനം വോട്ടാ താങ്ക്സ് എല്ലാം പറയണല്ലോ പറഞ്ഞ് ശൈലാജിക്ക് വേണം ഇരിക്കും. ഇരിക്കേണ്ട അവസാനം വരെ എന്ന് പറഞ്ഞ് എല്ലാവരും കാണും. അതാണ് സംഭവിക്കുന്നത്. സോ ഐ എന്റർടൈൻ അതെ ഓഡിയൻസിനെ. അപ്കമിങ് ടോക്സ് എല്ലാ വ്യാഴാഴ്ചയും 8 മണിക്ക് എന്റെ ടോക്സ് ഉണ്ട്. ഈ വരുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഞാൻ സഫർ ചെയ്തിട്ടുള്ളതിനാണ്. ഇൻവിസിബിൾ എനിമീസ്, സെയിം ലിങ്ക്, സെയിം പാസ്കോഡ്. നേരത്തെ പറഞ്ഞു 40-45 മിനിറ്റ് ഞാൻ നിർത്തും. 44 മിനിറ്റ്. ഇനി നിങ്ങളുടെ ആയിട്ടുള്ള എക്സ്പീരിയൻസും ട്രീറ്റ്മെന്റ്, മരുന്നിനെ കുറിച്ച് പറയരുത്. ഇത് അലോപ്പതിയിലുണ്ട് മരുന്നുകളൊക്കെ. ഫിയറിന് മറ്റേ കൊടുക്കാനായിട്ട്, സെഡേറ്റീവ് കാം ചെയ്യാനായിട്ട് ബേറ്റ ബ്ലോക്കർ അത് കൊടുക്കാം. ഹോമിയോപ്പതിയിലും കാണും. റൂട്ട് കാസ് വെച്ചിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ എക്സ്പോഷർ തെറാപ്പിയും കോഗ്നിറ്റീവ് തെറാപ്പിയും ബിഹേവിയറിന്റെ ഒക്കെ. ഇപ്പം കോഗ്നിറ്റീവ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു കയർ കണ്ടു ദൂരെ, കുറച്ച് ഇരുണ്ട വെളിച്ചത്തില്, അത് പാമ്പാണെന്ന് വിചാരിച്ച് ചെയ്യുന്നത്. അവിടെ പെർസെപ്ഷനാണ്. അതേപോലെ പ്ലെയിൻ കയറി ആക്സിഡന്റിൽ മരിച്ചു, ആ പ്ലെയിൻ തകർന്നു, അതാണ് പ്ലെയിനിൽ കയറാൻ പേടിക്കുന്നത്. ഫോബിയ. അപ്പൊ അവര് ആ കോഗ്നിറ്റീവ് പറഞ്ഞു നടക്കുന്നത് ഒരു ദിവസം ലോകത്ത് മൊത്തം 1 ലക്ഷം പ്ലെയിനാണ് മോളിൽ പോകുന്നത്. 1 ലക്ഷം. ഒരു വർഷത്തില് 365 ലക്ഷം, 3,65,00,000 എത്ര പ്ലെയിനാണ് ഇത് ചെയ്യുന്നത്? സോ ദി ചാൻസ് ഓഫ് ദാറ്റ് വൺ ഈസ് വെരി 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 റിമോട്ട്. അതിനേക്കാളും കൂടുതലാണ് റോഡിൽ നിങ്ങൾ പോകുമ്പോൾ കാർ ആക്സിഡന്റ് ഇത് വരുന്നത്. വളരെ കോമൺ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ ഫോബിയ മാറും. അതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇസ് ഇറ്റ് ക്ലിയർ? പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളൂ. ഇതാണ് ചെയ്യേണ്ടത്. സോ നൗ ചോദിക്കൂ. ഇഫ് യു വാണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ, ask the question. If you want to share your experience, share your experience. അപ്പൊ ഈ സാർ ബാക്കി എല്ലാ ഡോക്ടേഴ്സും സാറും പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയങ്ങളോ അവരവരുടെ എക്സ്പീരിയൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ റെഡി ആവുക.
എന്തായാലും എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ചോദിക്കാൻ പോയാണ്. ഞാൻ ചോദിച്ചത് അപ്പൊ സാറേ ഈ 12 കാര്യങ്ങൾക്കും ഇതുപോലെ കൊഗ്നേറ്റീവ് തെറാപ്പി ചെയ്യാമല്ലോ അല്ലേ? എല്ലാത്തിനും ഈ ഉം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ചിലതിൽ എക്സ്പോഷർ തെറാപ്പി. ആ എക്സ്പോഷറാണ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മകനെ പപ്പി 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 3-4 കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ചുകൂടെ അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നു. അതാണ് മറ്റേ ആ നിഖിലേഷിന്റെ അവിടെ പോകുന്നു. ആ പട്ടി ഇതായിട്ടൊക്കെ. അത് പട്ടിക്കുട്ടിയല്ല, അത് കുറച്ച് ഒരു വയസ്സ് ഉള്ള പട്ടിയായിരുന്നു. അടുത്ത് ബാലാജിയുടെ അവിടെ പോകുന്നു. ആ പട്ടിക്ക് ഒരു 4 അടി പൊക്കമുണ്ട്, വലിയ പട്ടിയാണ്. അപ്പൊ ആ എക്സ്പോഷറിൽ ഗ്രാജുവൽ ആയിട്ട് അതിനെ കൂട്ടി അതിനെ കൊണ്ടുവരുമ്പോൾ അത് മാറിക്കിട്ടും എക്സ്പോഷർ. മറ്റേ കോഗ്നേറ്റീവ് കൊച്ചു പിള്ളേർക്ക് പറ്റത്തില്ല. കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി പറയണെച്ചാൽ കുറഞ്ഞത് ഒരു 8-10 വയസ്സെങ്കിലും ആകുമ്പോഴേ ചിലതൊക്കെ പറഞ്ഞവർക്ക് ചിന്തിപ്പിക്കണം. വെച്ചാൽ അവർക്ക് അതിനെ ചിന്തിക്കാനായിട്ടുള്ള കഴിവ് കുറച്ചുകൂടി വേണം. അതാണ് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി. എക്സ്പോഷർ തെറാപ്പിക്ക് അത് അത്രയും വേണ്ട, ചിന്തിക്കാൻ കഴിവ് വേണ്ട. എല്ലാവരിലും അപ്ലൈ ചെയ്യാം. എല്ലാ ഫിയറിനും ഫോബിയയ്ക്കും സമയമെടുക്കും, കുറച്ച് പേഷ്യൻസ് വേണം. ഞാൻ തന്നെ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട്, ഹീസ് ഇൻ ഓസ്ട്രേലിയ, ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 82 വയസ്സ് പ്രായം വരും. അദ്ദേഹം ഓബിയസ്ലി ഒരു 3 കൊല്ലം വരെ പ്രാക്ടീസ് ചെയ്തിരുന്നു. പുള്ളിയാണെന്നുണ്ടെങ്കിൽ MBBS കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടുത്തെ എല്ലാ ക്വാളിഫിക്കേഷൻ എടുത്തിട്ട് പുള്ളിക്കാരന് ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൽ വളരെ താല്പര്യമുള്ള കാരണം പുള്ളിക്കാരൻ ഹോമിയോപ്പതി പഠിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ട്, ഹിപ്നോതെറാപ്പി അതുകൊണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ പുള്ളി ചേട്ടാന്നാ വിളിക്കുന്നത്. ഞാൻ ചേട്ടാ, നാളെ ഞാൻ ഒരു ടോക്ക് കൊടുക്കുന്നുണ്ട് ഈ ഫിയറിനെ കുറിച്ച്. ചേട്ടന് എന്തെങ്കിലും 4-5 പോയിന്റ് വല്ലതും പറയാൻ പറ്റുമോ എക്സ്പീരിയൻസിൽ? എന്നാ വിളിച്ച പുള്ളി പറയുന്നു. അപ്പോഴേ അറിയുന്നത് പുള്ളി ഹിപ്നോതെറാപ്പി എല്ലാം പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. പുള്ളി ഹിപ്നോതെറാപ്പിയും ഞാൻ പറഞ്ഞു ആർക്കാണ് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹോമിയോ ഗ്രൂപ്പിലാണ്. ഞാൻ ഹോമിയോപ്പതിയൊക്കെ ഞാൻ കുറെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരന് ഹോമിയോപ്പതി അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞ എക്സ്പോഷർ ഈ ഒരാൾക്ക് വന്നിട്ട് അഗാരോഫോബിയ, അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടി. അഗാരോഫോബിയ വീട്ടിൽ തന്നെ ഇരിക്കും, ഓപ്പൺ സ്പേസ് ക്രൗഡ് പോത്തില്ല. അപ്പോൾ പുള്ളി അതിനെ എക്സ്പോഷർ ആയിട്ടൊക്കെ പുള്ളി തന്നെ അവിടെ ഫിസിക്കലി പോയിട്ട് പുള്ളിയെയും വിളിച്ചുകൊണ്ട് നേരെ പുള്ളിയുടെ വീട്ടിന്റെ ഗേറ്റിന്റെ അതിൽ പോകും കേട്ടോ. അപ്പൊ ഒരു കോൺഫിഡൻസ്, കൂടെ ഒരാളുണ്ട്. ആ പേടിയുണ്ടല്ലോ, ആ പേടിക്ക് കൂടെ എന്തെങ്കിലും വെച്ചാൽ ഡോക്ടർ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്, അതുവരെ എത്തി. അങ്ങനെ 2 തവണയപ്പോൾ ഗേറ്റ് വരെ പോകാനായിട്ടുള്ള ധൈര്യമായി. അത് കഴിഞ്ഞ് ഗേറ്റിൽ നിന്ന് അടുത്തത് ഒരു വാക്ക് പോകുന്നത്. അങ്ങനെ ആ അഗരോഫോബിയ മാറ്റിയെടുത്തു. പിന്നെ ആക്രോഫോബിയ പുള്ളി പറഞ്ഞു. ഒരാൾക്ക് വന്നിട്ട് ഷോപ്പിങ്ങിന് പോകണമെച്ചാൽ ആ താഴത്തെ ആ ലെവലിൽ പോകത്തുള്ളൂ, 2ാമത്തെ നില 3ാമത്തെ നില പേടി കേട്ടോ. ആക്രോഫോബിയ ഹൈറ്റ്, അവിടെയും പുള്ളി ഇതേപോലെ മെനക്കെട്ട് കൂടെ പോയി കൈ പിടിച്ചോണ്ട് തന്നെ അടുത്ത നില, അതിന്റെ അടുത്ത നില, 3 നില കഴിഞ്ഞ പുള്ളി പറഞ്ഞു എനിക്ക് ഇത്രയും മതി, എനിക്ക് എന്റെ മിക്ക കടകളെല്ലാം 3 നിലയേ ഉള്ളൂ, എനിക്ക് ഇതിലും കൂടുതൽ കയറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 3 നില വരെ എനിക്ക് കയറാനുള്ള ധൈര്യമുണ്ട്, അത് മതി. സോ ലൈക്ക് ദാറ്റ് ഇറ്റ് റിക്വയർസ് പേഷ്യൻസ് ആൻഡ് പെർസിവറൻസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മ ചെയ്ത് അതിന്റെ റൂട്ട് കാസ് ഞാൻ കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ്? അപ്പൊ ആ ബുക്കുകളൊക്കെ വായിച്ചപ്പോഴാണ് ഫിയർ ഓഫ് ക്രിറ്റിസിസം, ദാറ്റ് ഈസ് ഇറാഷണൽ. പിന്നീട് ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ രാഷ്ട്രീയക്കാർ നോക്കി ഒരു ഫിയറും ഇല്ല ക്രിറ്റിസിസത്തിന്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾക്ക് അതുപോലെ ആയിക്കൂടാ? അവർ നമ്മൾ സെയിം ആണല്ലോ. അങ്ങനെയാണ് ആ ഫിയർ മാറിക്കിട്ടുന്നത്. I answered your question, Shailaji. Clear ആയോ? യെസ് സാർ. ഒരു സംശയം കൂടെ, ഇതെല്ലാം ഈ ജന്മനാ തന്നെ കൊച്ചിലേ മുതൽ വരുന്നതാണോ, ഇടയ്ക്ക് വരാറുണ്ടോ? ഓക്കെ, ഇതാണ് എന്റെ ഫ്രണ്ട് ഇന്നലെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇതിൽ ജനറ്റിക്സും ഇറ്റ് ക്യാൻ പ്ലേ എ റോൾ. അതിപ്പം അമ്മ വലിയ ഈ ചിലന്തിയെ കണ്ട പേടിക്കുന്ന ആ ഇത് അങ്ങനെ അതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനും ആ ഒരു ടെൻഡൻസി വരും എന്നുള്ളത് ജനറ്റിക് ആയിട്ടുള്ളത്. കൂടുതലും അക്വേർഡ് ആണ്. ഈ ഇരുട്ടിന്റെ പേടി എപ്പോഴാണ് വരുന്നത്? കൊച്ചുകുട്ടിക്ക് വല്ല പേടിയുണ്ടോ ഇരുട്ടിനെ? ഒരു പേടിയില്ല. ആ കുട്ടി വീട്ടിനകത്ത് പടി കയറി പറഞ്ഞാൽ അതിനെ പേടിപ്പിക്കാൻ മോളിൽ പോയാ ഉണ്ടല്ലോ, അവിടെ ഇതുണ്ട്, പിശാചുണ്ട് കേട്ടാ, ഇരുട്ടത്ത് നീ പോയാല് കുട്ടിക്ക് അപ്പോഴും പേടിയായി.
ഗെറ്റ് മൈ പോയിന്റ്? ഈ ഫിയർ എല്ലാം ഇഞ്ചെക്ട് ചെയ്യുന്നത് ഈ പാരന്റ്സ് ആണ്. അപ്പൊ അതോടുകൂടി ഇരുട്ടെന്ന് പറഞ്ഞാൽ പേടിയായി. നീ പുറത്ത് പോയോണ്ടല്ലോ ഇരുട്ടത്ത് വല്ലവരും പിടിച്ചോണ്ട് പോകും നിന്നെ. അവൻ പേടിയായി, കുഞ്ഞിന് പേടിയായി. പിന്നെ വലുതാകുമ്പോ ആ പേടി വളരെ ഡീപ്പ് റൂട്ടഡ് ആവും. പിന്നെ മാറ്റാൻ കുറച്ച് പ്രയാസമാണ്. എന്നിട്ട് ഇന്നലെ വേറൊരാളത്ത് വരെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇന്നതിലുണ്ടോ ഞാൻ ഇത് അറിഞ്ഞൂടാ, പുള്ളി നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ പുള്ളിയുടെ കൂടെ അവിടുത്തെ ഹോസ്റ്റലില് ഉണ്ടായിരുന്ന ഒരാള്, അവൻ വന്നിട്ട് രാത്രിയില് പുള്ളിയുടെ സ്വന്തം ആ റൂമിനകത്ത് കയറാൻ പേടി, ഇരുട്ട്. അവിടെ ഇങ്ങനെ വിളിച്ചിട്ട് ഒന്ന് ലൈറ്റ് ഓൺ ചെയ്തായിരുന്നുള്ളതൊക്കെ. അപ്പൊ പുള്ളി ഒന്ന് സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം പുള്ളി അകത്ത് കയറും. സ്വന്തം ഹോസ്റ്റലിലെ റൂമിനകത്ത് കയറാനായിട്ട് ഇരുട്ടിന്റെ പേടി. എന്നിട്ട് അവസാനം പറഞ്ഞു, വൈ ഡോണ്ട് യു ബൈ എ ടോർച്ച് ലൈറ്റ്, ഒരു ടോർച്ച് ലൈറ്റ് വാങ്ങിച്ചു വെച്ചോ, അതാണ് നീ പോകുമ്പോൾ ഇരുട്ടാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് അടിക്കാമല്ലോ. അങ്ങനെയാണ് പുള്ളിയുടെ ആ ഫോബിയയെ ഒന്ന് ഡീൽ ചെയ്തത്. എനിബഡി എൽസ്? ഓക്കെ, ഇനി അപ്പം ഞാൻ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല, മറ്റു ഡോക്ടേഴ്സിനും എല്ലാവർക്കും, അമ്പാടി അമ്മയ്ക്കും അല്ലെങ്കിൽ മറ്റ് എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. 10 മിനിറ്റ് ഉണ്ട്. ഓരോരുത്തരായിട്ട് ചോദിക്കുകയോ അല്ലെ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചെയ്താൽ സൗകര്യമായിരിക്കും. എനിബഡി എൽസ്? എന്താണ് ചോദ്യം? ചോദിക്കാൻ തന്നെ പേടിയാണെന്ന് തോന്നുന്നു. 4 പേര് എന്ത് വിചാരിക്കും? അതിനെന്തെങ്കിലും പേരുണ്ടോ സാറേ? അത് തന്നെ. അല്ല, 4 പേര് എന്ത് വിചാരിക്കും? ഞാൻ ഈ ചോദിക്കുന്നത് മണ്ടത്തരാണെന്നുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും? ഞാൻ കുട്ടപ്പനാണെന്ന് എല്ലാവരും വിചാരിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ കുട്ടപ്പയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചോദിച്ച് മൗനം വിദ്വാനും ഭൂഷണം, അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വിദ്വാനായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം വെറുതെ ചോദിച്ച് വെറുതെ ഇതാക്കണോ? രമാദേവിജി. ഫിയർ ഓഫ് ക്രിറ്റിസിസത്തിൽ വരും അല്ലേ? അതെ, രമാദേവിജി. മാഡം മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. മാഡം അൺമ്യൂട്ട് ചെയ്യണേ. നല്ല സെഷനായിരുന്നു ഡോക്ടർ വേണുഗോപാൽ. ഒരു സംശയവും തോന്നില്ല. അപ്പൊ ഞാനും ഇങ്ങനെ ഈ തെറാപ്പി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ ചെയ്യാറുണ്ട്. ഇവിടെ എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്, ഡാഷ്. ചില പേഷ്യൻസ് കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ അവരെ ഞാൻ പതുക്കെ ഇതിനെ ഇങ്ങനെ കാണിച്ച്, ഞാനിങ്ങനെ എടുത്ത് ഇതിനെ കയ്യിൽ വെച്ചിട്ട് പിന്നെ അങ്ങനെ കാണിച്ച്, ഇപ്പൊ ചിലര് വന്ന വഴിയെ ചോദിക്കും, മുന്നേ എവിടെയെന്ന് ചോദിക്കും. എന്നിട്ട് അതിനെ കാണിച്ചാലേ കൊച്ചു അതിനെ എക്സാമിൻ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഈ പറഞ്ഞപ്പോഴേ എന്റെ മകൻ അവന്റെ 13ാം ക്ലാസ്സിൽ നാട്ടിലോട്ട് അയച്ചു. നാട്ടില് ഗ്രാൻഡ് പാരന്റ്സ്, എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ താമസിച്ചാണ് പിന്നെ പഠിക്കുന്നത്. അവന് പട്ടി വേണമെന്ന് പറഞ്ഞാൽ അവനൊരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ചു കൊടുത്ത് അതിനൊരു 5-6 മാസം വളർത്തി. പോരെ? ഈ പട്ടിയെ പേടിച്ചവൻ പട്ടിക്കുട്ടിയെ വാങ്ങിച്ചു കൊടുത്തു, അതിനെ വളർത്തി. സോ അതാണ് വരുന്നതിന്റെ. ഓക്കെ, ലതാജി. അടുത്ത ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചോളൂ ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്യണം ലതാജി, അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. മറിയാമ്മജിയും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് റെഡി ആയി നിന്നോളൂ. ഓക്കെ, ലതാജി അൺമ്യൂട്ട് ചെയ്തില്ല. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. ഓക്കെ. നമസ്കാരം ഡോക്ടറെ. ഞാൻ ചോദിക്കുന്നത് ഈ പ്രേതഭയം ഉണ്ടല്ലോ, പ്രേതഭയം, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞോ. ഇതെല്ലാം കുഞ്ഞുനാളില് ചില കഥകളും ഇത് വെച്ച് കയറ്റി അത് പിന്നെ അങ്ങ് ഡീപ്പ് റൂട്ടഡ് ഇരിക്കുകയാണ്. അപ്പൊ അവിടെ കോഗ്നിറ്റീവ് തെറാപ്പി ആയിട്ട് കുറെ ഇത് വേണം. എന്ന് വെച്ചാല് ആരെങ്കിലും പ്രേതത്തിനെ കണ്ടവർ നിങ്ങൾ ആരൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് അറിയില്ല, ആരെങ്കിലും പ്രേതത്തിനെ കണ്ടവരുണ്ടോ? എല്ലാവരും പ്രേതമുണ്ട്. നേരത്തെ പറഞ്ഞാൽ നരകത്ത് പോവും. അത് ഞാൻ ചിലത് പറയും, നരകത്തിൽ പോവും. ശരി, നരകത്തിൽ പോയവരാരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയാണ് നരകം എന്ന് അറിയാവോ? നരകം എവിടെയാണ്? സ്വർഗം എവിടെയാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്വർഗത്ത് പോയവരെ? അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നില്ലേ? അവിടെ എന്താണ് സ്വർഗം? എവിടെയാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് നമ്മുടെ ഉള്ളൂർ പറഞ്ഞത്, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വർഗത്തിനെയും നരകത്തിനെയും സൃഷ്ടിക്കുന്നത്. അതുപോലെ പ്രേതം ഒന്ന് കണ്ടോ? ഒന്ന് കാണിച്ചു തന്നെ. എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലായിട്ട് ജീവിതത്തിൽ ഒരു പ്രേതത്തിനെ കണ്ടിട്ടില്ല. ഒന്ന് കാണിച്ചു തരാമോ? അപ്പൊ തന്നെ കുറച്ച് മാറിക്കിട്ടും. പിടികിട്ടോ ലതാജി? പ്രേതത്തിനെ ആരും കണ്ടിട്ടില്ല. ഈ കാണാത്ത ഒന്നിനെ കുറിച്ച് എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
അതുപോലെ ഈശോനെയും, അതല്ലേ ഈ നിരീശ്വരവാദികൾ പറയുന്നത്. നിങ്ങൾ ഈശോനെ കണ്ടിട്ടുണ്ടോ? എവിടെ ഒന്ന് കാണിച്ചെന്ന്? നിങ്ങൾ പറയുന്നത് ഈശോനെ വന്ന് അത് ഈ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. എവിടെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല. പിന്നെ എന്താണ്? ഇതെല്ലാം വന്നിട്ട് കുറെ അസംഷൻസ്, കുറെ പ്രിജുഡിസ് ആണ്, ബയസാണ്. പിന്നെ ഈശ്വര വിശ്വാസം കൊണ്ട് ഗുണം എന്താണ്? കുറച്ചു പേർക്ക് ചില നേരായ രീതിയിൽ അവർ ജീവിക്കുന്നത് അങ്ങനെയാണ്. ചില അങ്ങനെ ഒരു പേടി, അതായത് നമ്മൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഒരു ഇത് നോക്കണമെന്നൊക്കെ പറഞ്ഞു. ഈ ക്രിമിനൽസിന് അത് ഇല്ലാത്തതുകൊണ്ടാണ് ധൈര്യമായിട്ട് ചെയ്യുന്നത്. ഒരു റേപ്പിസ്റ്റിന് ആ പേടിയേ ഇല്ല, അങ്ങനെ ഈശ്വരൻ വന്ന് നമ്മളെ ശിക്ഷിക്കുന്നുള്ളത്. അതുകൊണ്ട് അവന് സുന്ദരമായിട്ട് അവൻ റേപ്പ് ചെയ്തിട്ട് സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങും, അല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ, പറയാൻ പറ്റി. ഓക്കെ, അടുത്തത്. സാറേ, ഈ എസ്കലേറ്റർ കയറാൻ പേടിയായ എന്ത് ചെയ്യും? ഏതാണ്? എസ്കലേറ്റർ. ഗുഡ് ഗുഡ്. പറയാൻ കാരണം എനിക്ക് 12 കൊല്ലത്തിന് മുമ്പ് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. 5.5 കൊല്ലം ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ MBBS ബാച്ചിന്റെ ഒരു 50 ഫാമിലീസ് ഞങ്ങൾ നേരെ മലേഷ്യയിലോട്ട്, ഇപ്പോഴെല്ലാം യാത്രയാണല്ലോ, ഗെറ്റ് ടുഗദർ, ആലംനെ. നമ്മുടെ അവിടെ അലുമിനി എന്ന് പറഞ്ഞോണ്ടിരിക്കും. അലുമിനി അല്ല, ആലംനെ ആണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഒരു അലുമിനിയം പോലെ വിളിച്ചോണ്ടിരിക്കും, അലുമിനിയം എന്ന് പറഞ്ഞു. ആലംനെ കേട്ടോ, ആലംനെ മീറ്റ്. അതിന് ഇത്രയും പേര് പോയപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളി മരിച്ചുപോയി. പുള്ളിക്കാരൻ്റെ വൈഫും എനിക്ക് നല്ല പരിചയമുണ്ട്. പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോകുമായിരുന്നു. എന്നിട്ട് അടുത്ത വേറൊരു ഫ്രണ്ട്, ഞാൻ അതിന് ശേഷം കണ്ടിട്ടേ ഇല്ല. MBBS ശേഷം ഒരു 40 വർഷത്തിന് ശേഷമാണ് പുള്ളി വന്നിട്ടില്ല, പുള്ളിയുടെ ഭാര്യ മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് എസ്കലേറ്റർ കേട്ടോ, ഈ പലയിടത്തും ഈ മാളിൽ പോയപ്പോൾ എസ്കലേറ്റർ വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പടി കയറി വരുന്ന കാണാം, എൻ്റെ ഫ്രണ്ട് ഭാര്യയോ. അപ്പൊ ഞാൻ ചെന്ന് എസ്കലേറ്റർ ഒന്നുകൂടെ, അല്ല അത് പുള്ളിക്കാരിക്ക് പേടിയാണ് അതിൽ കയറാനായിട്ട്, എസ്കലേറ്റർ പേടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എക്സ്പോഷർ തെറാപ്പി ശരിയാக்கலாம். ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ മാറ്റിത്തരാം പേടി. ഇത് എങ്ങനെ? വളർന്നേ ഇങ്ങോട്ട് വാ സംഗതി. എന്നിട്ട് ഞാൻ മറ്റേത് പറഞ്ഞു, ഒന്ന് കയ്യിൽ പിടിച്ചോ. പുള്ളിക്കാരുടെ കൈ പിടിച്ചോണ്ട് അത് കാല് വെക്കുമ്പോൾ നിങ്ങൾ കാല് വെക്കണം. ആ കുഴി പുള്ളിക്കാരി കാല് വെക്കുമല്ലോ, ആ സമയത്ത് കാല് അതേപോലെ വയ്ക്കുക. എന്നിട്ട് പുള്ളിക്കാരുടെ കൂടെ നിന്നാ മതി. അങ്ങനെ ഒരു 4-5 തവണ എസ്കലേറ്റർ കയറിയപ്പോ പേടി മാറി. ഒരു കുറഞ്ഞ ഒരു 20 മിനിറ്റ് കൊണ്ട് ആ എസ്കലേറ്റർ പേടി മാറ്റിക്കൊടുത്തു ഞാൻ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം ഗിരിക്ക് ജോലിയാവും, ഇനി വീട്ടിലൊരു എസ്കലേറ്റർ വേണമെന്ന് ഇനി പുള്ളിക്കാരി ആവശ്യപ്പെടും. ഇനി മെനക്കേടാണ് കേട്ടോ, ഇനി പടി കയറാൻ വയ്യ, ഒരു എസ്കലേറ്റർ ചെയ്യാനായിട്ടുള്ള പണിയാവുന്നുള്ളത്. എസ്കലേറ്റർ ഫിയർ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ സാറിപ്പോ പറഞ്ഞ പോലെ ഞാനും 2 പ്രാവശ്യം ടൂറൊക്കെ പോയപ്പോ നിവർത്തിയില്ല, കയറാതിരിക്കാൻ നിവർത്തിയില്ല. കൂടെ ഉള്ളവരൊക്കെ പോവില്ലേ, അപ്പൊ കയറിയിട്ട് വന്നു. കയറി 2-3 പ്രാവശ്യം കയറിയപ്പോ പേടിയും മാറി. എക്സാക്ട്ലി, ചിലർക്ക് ഇങ്ങനെ ഉള്ളൂ അതിന്റെ. അപ്പൊ ആരെങ്കിലും ഒരാളൊന്ന്, മറ്റൊരു അവരുണ്ടായിരുന്നു, അവരില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞേനെ, ഞാനൊന്നും എല്ലാവരും കാണില്ല, ഞാൻ ഒന്നും ബലാത്സംഗം ചെയ്യത്തില്ല, എന്റെ കൈ പിടിച്ചോന്ന് പറയും. ഞാൻ പറഞ്ഞത് എന്റെ കൈ പിടിച്ചോണ്ട് പറയുമായിരുന്നു. പക്ഷെ മറ്റവരുണ്ടായിരുന്ന കാരണം അവരെ കൊണ്ട് തന്നെ അവരുടെ കൈ പിടിച്ചിട്ട് കഴിച്ചു. അതേ ഉള്ളൂ. ഓക്കെ, ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തേ. സംസാരിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? പിന്നെ നന്നായിട്ട് കേൾക്കാം. ഡോക്ടറെ സുഖമാണല്ലോ? പിന്നെ പറഞ്ഞോളൂ. സുഖമാണല്ലോ. നമ്മള് ഇനി എപ്പോഴാ നാട്ടിൽ വരണേ? കണ്ടിട്ട് ഒത്തിരി ആളായി. നാട്ടിൽ വരണം. എപ്പോഴാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യനോ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്വസ്റ്റ്യനില് ഇപ്പൊ ഞാന് ഇപ്പൊ ഈ എല്ലാ വീടുകളും, മിക്ക വീടുകളിലും ഈ പെണ്ണുങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു പേടിയാണ് പാറ്റയെ പേടി. ഒരു ശല്യം ഇല്ലാത്ത ഒരു ജീവിയാണ്. ഇപ്പം കിളവിയൊക്കെ വരെ ഉണ്ട് ഈ പാറ്റയെ പേടി. അത് മാറ്റിയെടുക്കാൻ എന്താ വഴി? അത് കുറെ പ്രയാസമാണ് കേട്ടോ. നമുക്ക് ഒന്നും ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാൻ എന്റെ മകന് ഈ ബട്ടർഫ്ലൈ പേടിയായിരുന്നു, ഈവൻ ബട്ടർഫ്ലൈ ഇൻസെക്ട് പേടിയായിരുന്നു. ഞാൻ എന്ത് വെച്ചാല് അവിടെ ഡെട്രോയിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ സൂയിൽ ചെന്നോണ്ട് അവിടെ മറ്റേ ബട്ടർഫ്ലൈക്ക് തന്നെ ആയിട്ടുള്ള ക്ലോസ് ചെയ്തിട്ട് ഒരു ഇതുണ്ട്. അവിടെ ഞാൻ ഇവനിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ബട്ടർഫ്ലൈ വന്ന് നമ്മുടെ കൈ ഒന്ന് നിൽക്കും. അപ്പോഴേ എന്റെ കയ്യിൽ ബട്ടർഫ്ലൈ
അത് കണ്ടപ്പോ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ അടുത്ത് ഒരു പാറ്റയെ നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് കേട്ടോ, ഒരു പാറ്റയെ പതുക്കൊന്ന് അടിച്ച് പിടിച്ച് ചെറുതായിട്ട് ചാകാത്ത അത് കയ്യിൽ വെച്ചുകൊണ്ട് അവരുടെ അടുത്ത് ഫ്രണ്ടിൽ കാണിക്കണം. അതാ കണ്ട പാറ്റ, ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ കാണിച്ചാലേ പതുക്കെ ഒന്ന് മാറത്തുള്ളൂ കേട്ടോ. അതാണ് പാറ്റ എക്സ്പോഷർ തെറാപ്പി. അപ്പൊ ചത്ത പാറ്റയാണെങ്കിൽ മാത്രമേ അവര് വിശ്വസിക്കുള്ളൂ. പേടിയെ ആവശ്യമില്ലാത്ത സാധനത്തിനെ വെറുതെ പേടിക്കുന്നതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. അതെ അതെ അതെ, അതെ അതെ. കൊന്നിട്ട് കാര്യമില്ല, തത്തായിരുന്നു അത് ഒന്ന് ഇഴഞ്ഞൊക്കെ നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ലെവലിലുള്ള ഒരു പാറ്റയെ. അതിന് നമുക്കൊരു മെഡിസിൻ പറയുന്നുണ്ട് ഹോമിയോപ്പതി. ഞാൻ അതിലോട്ട് കയറുന്നില്ല. സാറ് മെഡിസിനെ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതന്നെ, ശരി. എല്ലാവരും ഓരോ മരുന്നുണ്ട്. നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യക്ക് പോലും ഹോമിയോയിൽ മരുന്നുണ്ട്. പുള്ളി 350 പേർക്ക് ആ മരുന്ന് കൊടുത്തോടെ പിന്നെ അവർക്ക് ആത്മഹത്യ ചിന്തയെ വന്നിട്ടില്ല എന്നൊക്കെ പുള്ളി പറയാറുണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് ഇന്ന് ഈ മരുന്നില്ലാതെ ആ റൂട്ട് കാസിനെ, മരുന്ന് കഴിച്ചാൽ തലവേദനയ്ക്ക് ടെൻഷൻ ഇതാക്കണം എന്നുണ്ടെങ്കിൽ മരുന്നുണ്ടോ? ഉണ്ട്, അലോപ്പതിയിലുണ്ട്, നിങ്ങളുടെ ഇതിൽ കാണും. കൊടുത്തു കഴിഞ്ഞാൽ ആ വേദന കുറയും. പക്ഷേ ആ മരുന്ന് നിർത്തുമ്പോൾ പിന്നെയും വേദന വരും. അപ്പൊ റൂട്ട് കാസ് ടെൻഷൻ. എന്തിനാണ് ടെൻഷൻ? അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തലവേദന വരത്തില്ല. അതല്ലേ ചെയ്യേണ്ടത്. വി ഹാവ് ടു ഡീൽ വിത്ത് ദി നോട്ട് വിത്ത് ദി സിംറ്റം, വിത്ത് ദി കോസ്. അതാണ് എന്റെ അപ്രോച്ച്. ഞാൻ എപ്പോഴും വന്നിട്ട് എന്താണ് ഇതിന്റെ റൂട്ട് കാസ്, അതാണ് ഡീൽ ചെയ്യുന്നത്. മരുന്ന് എഴുതാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോഴേ ജെയിംസ് പോൾ സാർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നെങ്കിലും ഒന്നും പറയുന്നില്ല. അപ്പൊ ജെയിംസ് പോൾ സാറിന് ഇന്നത്തെ സാറിന്റെ വളരെ ഈ വിലപ്പെട്ട വളരെ മനോഹരമായ തമാശ. ഇൻട്രസ്റ്റിംഗ് അല്ലല്ല, ഇൻട്രസ്റ്റിംഗ്. കുറുപ്പ് സാർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറ് കുറെ നാൾ കാണാനില്ലാതെ, വിളിച്ചാലും കിട്ടത്തില്ല, എന്നിട്ട് ഇന്നിപ്പം വന്നിരിപ്പുണ്ട്. ഉണ്ട്, കുറച്ചാളായിട്ട് സാർ ആക്റ്റീവ് ആണ്, കുറച്ച് ദിവസം ഉണ്ട്. ഗുഡ്. അപ്പോ ജെയിംസ് പോൾ സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിച്ച് സാർ നമ്മുടെ വേണുഗോപാൽ സാറിനുള്ള നന്ദി കൂടി പറയാൻ വേണ്ടി ഞാൻ ജെയിംസ് പോൾ സാറിനെ ക്ഷണിക്കും. ഇനി ഒന്ന് തെറ്റിദ്ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ സെൻസ് ഓഫ് ഹ്യൂമർ കുറച്ച് ഡിഫറെന്റ് ആണ്. ഞാനിങ്ങനെ ആദ്യം ഈ ക്യാമറ നോക്കിയിട്ട് ഇത് ആരപ്പ നമ്മുടെ കോൺഗ്രസ് പ്രസിഡന്റ് കാർഗെ വന്നിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് കണ്ടപ്പോ കാർഗെ പോലെ ഉണ്ടായിരുന്നു. പിന്നെയാണ് പേര് കാർഗെ അല്ല, ജെയിംസ് ആണെന്നുള്ളത്. ചെറിയൊരു സിമിലാരിറ്റി, മല്ലികാർജുൻ ഖാർഗെയുടെ ചെറിയൊരു സാദൃശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ, സാറിന് പറയാം. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ സാർ. ഓക്കെ ഓക്കെ, കേൾക്കാമല്ലോ. എല്ലാവരും നമസ്കാരം. ഞാൻ സാർ പറഞ്ഞ ഇത്രയും നേരം കേട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ ഈ ഭയം എന്നുള്ളത് ജന്മനാ തന്നെ ഉള്ളതെന്നാണ്, മനുഷ്യർക്കും മൃഗങ്ങൾക്കും. കാരണം മനുഷ്യൻ ഏകനായിരുന്ന കാലത്ത്, അതായത് ആ കൃതായുഗം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ, അപ്പം ആദിമ യുഗത്തിൽ തന്നെ അവൻ ഏകനായി നടന്ന സമയത്ത് അവന് ഭയമുണ്ടായിരുന്നു. പ്രകൃതിയെ ഭയം, കാട്ടുമൃഗങ്ങളെ ഭയം. ആ ഒരു ഭയം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് നമ്മൾ ഒരാളെ, അല്ലെങ്കിൽ ഒരു ഹാളിലിരുന്ന് ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, അയാൾ ഏകനാണെങ്കിൽ ആ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നില്ല. അയാൾ പലപ്പോഴും ഒന്നോ രണ്ടോ ഇങ്ങനെ വായ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കും. ഇത് പണ്ടുകാലം മുതൽ മനുഷ്യനുണ്ടായിരുന്നു. അത് തന്നെ മൃഗങ്ങളെ നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നു. ഇത് കൂടാതെ തന്നെ നമ്മളിൽ അൺടോൾഡ് മിസ്റ്ററി എന്നൊന്നും പറയാം, അകാരണമായ ഒരു ഭയം മിക്കവാറും ആൾക്കാരിൽ നിലനിൽക്കുന്നു. അതും നമ്മുടെ നിരീക്ഷണത്തിൽ കിട്ടുന്നതാണ് അൺടോൾഡ് മിസ്റ്ററി. എന്താണ് ഭയം? കാരണമില്ല, പക്ഷെ ഭയമുണ്ട്. എന്തോ ഉത്കണ്ഠയെന്നോ ഭയമെന്നോ, ഏതായാലും ഭയം ഉള്ള എല്ലാ ലക്ഷണങ്ങളും ആ മനുഷ്യൻ കാണിക്കുന്നു. നമ്മുടെ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും വളരെ അല്ല ജെയിംസ് ജി, അത് പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞു ഒന്ന് ആലോചിക്കുക. ഒരു വയസ്സുള്ള കുഞ്ഞ്, ഒരു വയസ്സുള്ള കുട്ടി ജന്മനാല് ഭയം എന്ന് പറഞ്ഞാല് അതിന്റെ ഫ്രണ്ടിൽ അപ്പുറത്തൊരു പാമ്പുണ്ടെങ്കിൽ അത് പേടിക്കത്തില്ല. ഇല്ല, അവിടെയാണ് വരുന്നത്. അതുകൊണ്ട് ജന്മനാലെ ഉണ്ടെന്ന് പറയുന്നത് അത് ശരിയല്ല. പിന്നെ ബാക്കിയുള്ള പറഞ്ഞാണ് ആ പേടി വരുന്നത്, പിന്നെയാണ് വരുന്നത്. ഈ ആനിമൽസിലും എല്ലാത്തിലും ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ആ മാനൊക്കെ ഇങ്ങനെ വരണ്ടിട്ട് പുലിയെ കാണുമ്പോഴും മറ്റേ കാണുമ്പോഴും ഓടിപ്പോകുന്നത്. അത് പിന്നെ പറഞ്ഞിട്ടാണ്, കണ്ടീഷൻഡാണ് ഫിയറിന്റെ. അല്ലാതെ ഫിയർ വരത്തില്ല. ശരി സാർ, ഞാനത് പറഞ്ഞതേ ഉള്ളൂ.
എന്റെ Okay. അയൽവക്കത്തൊരു ഒരു നായയുണ്ട്. ഉം. ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. ശബ്ദമില്ല, മിന്നൽ കണ്ടു കഴിഞ്ഞാൽ അത് ഓടി അകത്ത് കയറും, കട്ടിലിനടി കയറിയിരിക്കും. അത് അതൊക്കെ അക്വേർഡ് ആണെന്ന് പറയാൻ പറ്റുകയില്ല. അതിന്റെ ഒരുപക്ഷെ ഇതെല്ലാം ഇൻഡോണായിട്ട് അല്ല സാറേ, ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ സാറേ എന്റെ അല്ലെ മോന് തന്നെ ഇതിനെ കുറിച്ച് എന്റെ മോന് നമുക്കൊരു തന്നെ ഒരു ചർച്ച തന്നെ വെക്കാം. അല്ല ഒരു ആ, സെക്കൻഡ് ശ്രദ്ധിക്കാം. ഭയം ഇല്ല, ചർച്ച- എന്റെ മോന് അക്വേർഡ് എന്റെ മോന് പട്ടിയുടെ ഭയം വരാൻ കാരണം ഞാൻ 1.5 കൊല്ലം നാട്ടിലില്ലായിരുന്നു. അപ്പോഴ് അവന്റെ അമ്മ വർക്കിന് പോവായിരുന്നു. അപ്പോഴാ നടക്കാനുള്ള ആ പ്രായപ്പോ 1 വയസ്സായപ്പോ വല്ലപ്പോഴും വീട്ടിൽ നിന്ന് വല്ലതും പുറത്ത് അങ്ങോട്ട് ഇറങ്ങാൻ വീട്ടിലെ ജോലിക്കാരും എല്ലാവരും പറഞ്ഞാണ് പോരുത്, പട്ടി കടിക്കും കേട്ടോ, പട്ടി പിടിക്കും എന്ന് പറഞ്ഞ് ഒരു പട്ടിയും കാണിച്ചതാകുമ്പോൾ ആ കുഞ്ഞിന് ആ മനസ്സിനകത്ത് പട്ടി ഫിയർ ആയി കഴിഞ്ഞു. ഓക്കെ അങ്ങനെ കയറിയതായിരിക്കണം ആരോ ഒരാള്. അതുപോലെ ഇടിയും മിന്നലും ആരോ ഒരാള് കുട്ടിക്കാലത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ പ്രേത കഥകളെല്ലാം ആരോ ഒരാൾ പറഞ്ഞിട്ടാണ് പ്രേതത്തിനൊക്കെ വരുന്നത്. അല്ലാതെ ഇങ്ങനെ ജന്മനാല എവിടെയാണ് പ്രേതത്തിനെ കുറിച്ച് പേടി വരുന്നത്? ഒരു ജന്മനാലയും ഒരു പ്രേതത്തിനെ കുറിച്ച് പേടിയില്ല. ഇതെല്ലാം ഈ കണ്ടീഷൻ. മിന്നലെ ഭയപ്പെട്ടത് കുട്ടികളല്ല, ഒരു നായക്കുട്ടിയാണ്. ഓക്കെ നായക്കുട്ടിയാണ് ഓടി കട്ടിലടി കയറുന്നത്. സാറേ അപ്പൊ മിന്നൽ എനിക്ക് തോന്നുന്നു എന്തായാലും അക്വയർഡ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി കാണും, അതിനെ എക്സൈറ്റ് ചെയ്യാൻ എന്തായാലും കാരണം കാണും. അത് ഞാൻ പറഞ്ഞ ഏതായാലും ഒരു അൺടോൾഡ് മിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംഭവം, ഭയം എന്നൊരു വികാരം മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. സാറിന്റെ ഈ സാറ് നേരത്തെ പറഞ്ഞ ദൈവഭയവും ഈ പ്രേതഭയവും ഒക്കെ അങ്ങനെ വന്നതായിരിക്കാം, അങ്ങനെ മനുഷ്യൻ വന്ന് കൂടിയതായിരിക്കാം. ജെയിംസ് സാറേ നമുക്ക് നന്ദി ശരി സാർ. പ്രകാശനത്തിനുണ്ട്. ശരി സാർ, ഏതായാലും വളരെ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു സെഷനാണ് സാർ ഇവിടെ എടുത്തത്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം ഈ ഭയത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം, അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ആ 2 തിയറീസ് അവതരിപ്പിച്ചതിന് വളരെ നന്ദി. ഏതായാലും എൻ്റെ സ്വന്തം പേരിലും ഈ ഫോറത്തിന്റെ പേരിലും അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ താങ്ക് യു. ഗുഡ് നൈറ്റ്. നന്ദി പറയാൻ ജെയിംസ് സാറിന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ജെയിംസ് സാറ് പറഞ്ഞ പോലെ എന്തായാലും നമുക്ക് നമ്മുടെ മരുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷും അവർക്ക് അവരുടേതായ മരുന്നുണ്ട്, ഹോമിയോപ്പതിയിൽ നമ്മളെ മരുന്നുണ്ട്. അതിന്റെ കൂടെ സാറിന്റെ ഈ 2 ചികിത്സാ രീതികൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതും കൂടി ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതിനുള്ള അറിവ് ഇന്ന് എന്തായാലും കിട്ടി. അത് വളരെ സന്തോഷം. എന്തായാലും മലയാളം പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി, 5 മിനിറ്റ് അധികവുമായി. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് സാറിന് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മലയാളം സെക്ഷൻ വൈൻഡപ്പ് ചെയ്യും.